പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവൽഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനം. മത്സ്യം തൊട്ടു പലേ തരത്തിലടിയൻ കേട്ടുള്ള വേഷങ്ങളിൽ ചിത്തത്തിൽ സ്ഥിതി ചെയ്വതെപ്പൊഴുതിലും ത്വന്നാരസിംഹാകൃതി മറ്റൊന്നല്ലതിനുള്ള ഹേതു അടിയൻ തെറ്റാചരിക്കാവതിന്നേറ്റം നന്നു നൃസിംഹരൂപം ഇതരാകാരങ്ങൾ എന്തിന്നുമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദൈത്യൻ ഭൂമിയെ കൊണ്ടുപോയി കടലിനാഴങ്ങളിൽ താഴ്ത്തവേ അർക്കൻ ആയിരമൊത്തു ചേർന്നു പ്രഭയായി പ്രത്യക്ഷനായി ഭവാൻ. ചിത്രം സൂകരവേഷമാർന്നു ഭഗവാൻ ഭൂഗോളമേറ്റി സ്വയം ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. ദൈത്യൻ തൂണിലടിച്ചു ഹരിയോ പെട്ടെന്നു പ്രത്യക്ഷനായി മായാമാനവസിംഹമായി ഭഗവാൻ ഞെട്ടി ത്രിലോകങ്ങളും ദുഷ്ടൻ തന്നുടെ മാറുകേറി അലറി പ്രഹ്ലാദനിൽ പ്രീതനായി ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. ത്വൽപാദങ്ങളിൽ ഭക്തിപൂർവമടിയൻ നൽകട്ടെ ശ്ലോകാർച്ചന. പ്രളയത്തിൻ വെള്ളമുയർന്നു പ്രണവത്തിൻ നാദമുയർന്നു അവിടുന്നു മത്സ്യമതായി അവതാരം അത്ഭുതമായി. അമരേന്ദ്രൻ അസുരർക്കൊപ്പം അതിവേഗം മഥനം ചെയ്തു അന്നേരം കടകോൾ താഴ്ന്നു അവിടുന്നു ആമയുമായി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല. അസുരേന്ദ്രൻ ഭൂമിയെ താഴ്ത്തി പ്രാർത്ഥിച്ചു നാൻമുഖനപ്പോൾ അവിടുന്നോ സുകരമായി നിധിപുത്രൻ കൊല്ലപ്പെട്ടു. പ്രഹ്ലാദൻ താവക ഭക്തൻ പ്രാർത്ഥിച്ചു നിന്നെ കാണാൻ അസുരേന്ദ്രൻ തൂണിലിടിച്ചു
അവിടുന്നു നരഹരിയായി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല. ബലിതന്റെ യാഗം കാണാൻ ബാലന്റെ വേഷം കെട്ടി അവിടുന്നോ വാമനനായി സുതലത്തിൻ പാലകനായി. അഴതീർക്കുക കരുണാമൂർത്തേ മഴുവേന്തിയ ഭാർഗവരാമ. തൊഴുതീടും എന്നുടെയുള്ളിൽ മഴയായി പെയ്യുക ദേവാ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല. പിതൃവാണികൾ സത്യമതാക്കാൻ അവിടുന്നോ കാനനമേറി. കൗസല്യാതനയൻ രാമൻ കാത്തിടണമെന്നെ നിത്യം. വസുദേവർ കോമനയായി ഹലധാരിയം രാമനതായി. മാധവനോ സോദരനായി ബലരാമൻ കാക്കുകയെന്നെ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല. സംഗീതം മുളയിൽ തീർത്തു സന്ദേശം ഗീതയതാക്കി. ശ്രീകൃഷ്ണൻ ഭക്തജനത്തിൻ ശ്രീയേറും വിഗ്രഹമായി. കലികാലത്തുരിതക്കടലിൽ കരതേടി അലഞ്ഞിടുമ്പോൾ അവിടുന്നോ കൽക്കിയതാവും ദുഷ്ടന്മാർ വാളാൽ പുലിയും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല. ഗുരുവായൂരപ്പ ദേവ അരുളേണേ വരമധുനാഥ. അവതാരം 10 ഹൃത്തിൽ നിറയേണേ അത്ഭുതമൂർത്തേ. ഗുരുവായൂരപ്പ ദേവ ഹരേ പ്രഹ്ലാദ പ്രിയ പ്രണവസ്വരൂപ കൃഷ്ണ കാരുണ്യ സിന്ധോ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ദേവ അരുളേണേ വരമധുനാഥ. അവതാരം 10 ഹൃത്തിൽ നിറയേണേ അത്ഭുതമൂർത്തേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അതിദിവ്യമായ അതിമനോഹരമായ അത്യത്ഭുതകരമായ
നരസിംഹാവതാര ലീല അതിനെ പ്രഭാഷണ രൂപത്തിൽ അക്ഷരസപര്യയായി അക്ഷയസ്വരൂപനായ അക്ഷരസ്വരൂപനായ അച്യുതസ്വരൂപനായ ഭാഗവത സ്വരൂപിയായ അനിലപുരേശ്വരന്റെ പാദാരവിന്ദങ്ങളിൽ നമ്മളിതാ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പരീക്ഷത്തിന്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശ്രീശുക ബ്രഹ്മർഷി നാരദ യുധിഷ്ഠിര സംവാദ രൂപത്തിൽ നരഹരിയായി അവതരിച്ച നാരായണന്റെ അത്ഭുതകരമായ കഥ പാടുന്നത്. പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയുടെ അടുത്തിരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. സർഗം വിസർഗം സ്ഥാനം പോഷണം എന്നീ 4 ലക്ഷണങ്ങളെ കാണിക്കുന്ന 4 സ്കന്ധങ്ങൾ 3, 4, 5, 6 എന്നീ സ്കന്ധങ്ങൾ കേട്ടു. 7ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. ഊതി എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നു. പരീക്ഷിച്ച് ചോദിച്ചു, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഭഗവാൻ സമപ്രിയ, ആ സമനും പ്രിയനുമായിരിക്കുന്ന, ലോകത്തിൽ എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹം നൽകുന്ന ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാൻ എന്തുകൊണ്ടാണ് ഇന്ദ്രസ്യാർത്ഥം ഇന്ദ്രനു വേണ്ടിയിട്ട് ദൈത്യന്മാരെ നിഗ്രഹിക്കുന്നത്? ഭഗവാന് ദേവന്മാരോട് ഒരു പ്രത്യേക പരിഗണനയുള്ളതുപോലെ തോന്നുന്നു. അത് ഭഗവാന്റെ ഗുണഗണങ്ങളുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾക്ക് കാരണമാണ്. ഇതിന സുമഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയ, അത് ഇല്ലാതെയാക്കാൻ അങ്ങക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് ആ സംശയങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി ഉള്ളിൽ ആനന്ദത്തിന്റെ അനുഭൂതിയുടെ തലം ഉണ്ടാക്കണം. ശങ്കാലേശമില്ലാതെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് എനിക്ക് ഉറപ്പിക്കാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടേ സാധിക്കുള്ളൂ. അതിന് വേണ്ടത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ ശ്രീശുക ബ്രഹ്മർഷി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അങ്ങ് ചോദിച്ച ചോദ്യം വളരെ നന്നായി. സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതം അത്ഭുതം. ഭഗവാന്റെ അത്ഭുതകരമായ കഥകളെ കുറിച്ചാണല്ലോ ചോദിച്ചത്. അത് ഭാഗവത മാഹാത്മ്യം പറയാൻ എനിക്ക് പ്രേരണയായി. അത് പറയുമ്പോഴെന്താ, ഭഗവത് ഭക്തി വർധനമാണത്. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങയുടെ ചോദ്യം. ഗീയതേ പരമം പുണ്യം ഋഷിർ നാരദാദിഭി, നാരദാദി ഋഷീശ്വരന്മാര് പാടിയ കഥ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെങ്കിലും ഭഗവാനിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്ന ആളുകളുടെ വ്യത്യാസമനുസരിച്ച് ഓരോരുത്തരിലും അനുഗ്രഹത്തിന്റെ അനുരണനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണമായിട്ട് പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കല്ലിലും കടലിലും കണ്ണാടിയിലും ഒരേപോലെയല്ല സൂര്യപ്രകാശം പ്രതിഫലിക്കുക. 3 ദിക്കിലും ഒരേപോലെ സൂര്യൻ തന്റെ പ്രകാശത്തെ ചൂടും വെളിച്ചവും നൽകി അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും കല്ലിൽ അത് താരതമ്യേന വളരെ കുറവായിരിക്കും, കടലിൽ കുറച്ചുകൂടി അനുഭവപ്പെടും, കണ്ണാടിയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കല്ല്, കടല്, കണ്ണാടി, ഇത് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും സത്വഗുണത്തെയും കാണിക്കുന്നതാണ്. അപ്പൊ സത്വഗുണപ്രധാനികളായിട്ടുള്ള ദേവന്മാരിൽ അത് കൂടുതൽ വ്യക്തമാവുന്നു. ജയകാലേതു സത്വസ്യ. അപ്പോ ദേവന്മാരിൽ സത്വഗുണം പ്രകാശിക്കുക, അല്ലെങ്കിൽ സത്വഗുണം പ്രകാശിക്കുമ്പോൾ ദേവന്മാരിൽ വളരെ പ്രതിഫലനം വേണ്ട പോലെ ഉണ്ടാവുന്നു. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അത് അസുരന്മാരിലും, തമസോ യക്ഷരക്ഷാംസി, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ യക്ഷരക്ഷസുകളിൽ രാക്ഷസന്മാരിലും അത് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് അങ്ങനെ വിചാരിക്കേണ്ട. ഇനി അങ്ങയുടെ സംശയത്തെ ഇല്ലാതെയാക്കാൻ ഞാൻ അങ്ങയുടെ മുത്തച്ഛന് സാക്ഷാൽ നാരദ മഹർഷി പകർന്നു കൊടുത്ത എന്റെ അച്ഛന് ആ നാരദ മഹർഷിയാണ് ഭാഗവതം രചിക്കാനുള്ള പ്രേരണയായത്. അങ്ങയുടെ മുത്തച്ഛന് ആ നാരദ മഹർഷിയാണ്
രാജസൂയ യാഗവേദിയിൽ വെച്ച് വളരെ ഗംഭീരമായിട്ട് ഒരു കഥ പറഞ്ഞു. തത്രാസീനം സുരഋഷിം രാജാ പാണ്ഡുസുതക്രതൗ പപ്രച്ഛ വിസ്മിതമന മുനീനാം ശൃണ്വതാമിതം എന്നാണ്. എപ്പോഴാത് അങ്ങയുടെ മുത്തച്ഛൻ ചോദിച്ചത്? ദൃഷ്ട്വാ മഹാത്ഭുതം രാജ രാജസൂയേ മഹാക്രതോ വാസുദേവേ ഭഗവതി സായുജ്യം ചേതി ഭൂഭുജ. ചേതിപതിയായിരിക്കുന്ന ശിശുപാലന് രാജസൂയ യാഗവേദിയിൽ വെച്ച് സായുജ്യമുക്തി കിട്ടിയപ്പോ അങ്ങയുടെ മുത്തച്ഛൻ അവിടെ വെച്ച് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അഹോ അത്യത്ഭുതം, ഇത് വളരെ അത്ഭുതമാണ്. കാരണം ഏകാന്ത ഭക്തന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യം ഈ ശിശുപാലന് ലഭിച്ചിരിക്കുന്നു. ആരഭ്യ കളഭാഷണാൽ എന്നാണ്. ജനിച്ച അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അതിശയോക്തിയാവും. സംസാരിച്ചു തുടങ്ങിയപ്പോ മുതൽ ശ്രീകൃഷ്ണനെ കുറ്റം പറഞ്ഞ ആളാണ് ഈ ദമഘോഷന്റെ പുത്രൻ. ദമഘോഷ സുത പാപ, പാപിയായവൻ ഭഗവാന് നേരെ കള്ളകൃഷ്ണൻ കള്ളകൃഷ്ണൻ എന്ന് പറയുകയും സദാ വിദ്വേഷം വെച്ച് പുലർത്തുകയും ചെയ്ത ഇവന്, ആ ദന്തഭക്തനും ഇവനും ഒരേപോലെയാണ്. അങ്ങനെയുള്ള ഇവന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിച്ചു എങ്കിൽ സത്യത്തിൽ ഇവന്റെ നാവിൽ വെളുത്ത കുഷ്ഠം പിടിപെട്ട് മാറാരോഗം പിടിപെട്ട് നശിക്കേണ്ടവനായിരുന്നു ഇവൻ. നശിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിച്ചിരിക്കുന്നു ഈ ശിശുപാലൻ. ഇത് എന്തുകൊണ്ടാണ്? ഏതത് ഭ്രാമ്യതി മേ ബുദ്ധിർ ദീപാർച്ചിരിവ വായുന. കാറ്റത്ത് ദീപം ഇളകുന്നത് പോലെ എൻ്റെ ബുദ്ധിയും വല്ലാതെ ഇളകുന്നു. എന്തുകൊണ്ടാണ് ഇത് എന്ന് ചോദിച്ചപ്പോ ആ രാജാവിന്റെ ചോദ്യം കേട്ട് നാരദോ ഭഗവാൻ ഋഷി, സാക്ഷാൽ ദേവർഷിയായ നാരദൻ തുഷ്ടപ്രാഹ, വളരെ സന്തോഷത്തോടുകൂടി മറുപടി പറഞ്ഞു. ഭഗവാന്റെ കൂടി ആ അപാങ്കലീലയ, ഭഗവാന്റെ ഒരു അനുജ്ഞ, അത് നല്ല പോലെ മനസ്സിലായി നാരദന്. ഭഗവാന് സന്തോഷാണ് ഭഗവാന്റെ കഥ പറയാൻ എന്ന് മനസ്സിലായി. നാരദൻ എത്രയോ കാലമായി മോഹിച്ചിരിക്കുന്നതാണിത്. ഭഗവാന്റെ മുമ്പിലിരുന്ന് ഭഗവാന്റെ കഥ പറയും. ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുമ്പിലിരുന്ന് കഥ പറയുമ്പോൾ തന്നെ പലപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും അന്യാദൃശമായ ഒരു ആത്മാനുഭൂതി നമുക്കുണ്ടാകുന്നുവെങ്കിൽ, ഭഗവാൻ രത്നഖചിതമായ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കഥ പറയാൻ സാധിക്കുന്ന നാരദന്റെ ആ അവസ്ഥ, ആ ഭക്തിയുടെ തലം എത്ര വലുതായിരിക്കും. ഇത് ഭഗവാന്റെ അടുത്ത് പറയാൻ നാരദൻ പലപ്പോഴും മോഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ മോഹം ഭഗവാൻ തിരിച്ചറിഞ്ഞു, പറയേണ്ടി വന്നില്ല. ഇതിഹാസ പുരാണാനാം ശൃണ്വന്തി, ആ ഇതിഹാസ പുരാണങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കാണുകയുണ്ടായി നാരദൻ. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകൾ കാണാൻ വേണ്ടി പോയപ്പോ ദ്വാരകയിൽ 16,108 പട്ടമഹിഷികളുടെ ഗൃഹങ്ങളിലും ഓരോ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അതിദിവ്യമായ ഒരു രംഗം അവിടെ കണ്ടു. ആരാ കണ്ടത്? നാരദൻ കണ്ടു. നാരദൻ കണ്ടത് എന്താ? ഭഗവാൻ ഒരു പൗരാണികന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇതിഹാസ പുരാണങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ അത്ഭുതമായി. കാരണം ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് പറയുമ്പോൾ ഭഗവാൻ അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. തനിക്ക് എന്ന് സാധിക്കും ഇത് എന്ന് നാരദൻ ഒന്ന് ആലോചിച്ചു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, കേവലം എൻ്റെ മുമ്പിൽ ഇരുന്ന് കേട്ടാൽ പോരാ, ഞാൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിലുള്ളവനാണ്, ഞാൻ കേട്ടാൽ മതി. പക്ഷേ നാരദന്റെ വാക്കുകളുടെ സൗന്ദര്യവും അതിൻ്റെ ആ രസികത്വവും ലോകം മുഴുവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ ഇതിന് അവസരം കൊടുക്കുന്നത് എപ്പോഴാണ്? രാജസൂയ യാഗവേദിയിൽ വെച്ച്. അതുകൊണ്ടാണ് ധർമ്മപുത്രർക്ക് ഒരു സംശയം ഉണ്ടായത്. ആ സംശയത്തെ ദൂരീകരിക്കാൻ നാരദൻ ഭഗവാന്റെ മൗനാനുവാദത്തോടുകൂടി, അനുജ്ഞയോടുകൂടി, അനുമതിയോടുകൂടി, അനുഗ്രഹത്തോടുകൂടി പറയാനായിട്ട് ആരംഭിച്ചു. പറഞ്ഞു, നിന്ദനസ്തവ സർക്കാരണ്യക്കാരാർത്ഥം കളേവരം പ്രധാന പരയോ രാജൻ അവിവേകേന കൽപ്പിതം. ആദ്യം തന്നെ പറഞ്ഞത് അതാ, അങ്ങയുടെ മനസ്സ്
വേണ്ട പോലെ ചിന്തിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് അവിവേകം കൊണ്ടാണ് അങ്ങക്ക് ഇങ്ങനെ തോന്നുന്നത്. നിന്ദ, സ്തുതി, പുരസ്കാരം, തിരസ്കാരം, സുഖം, ദുഃഖം, സ്വർഗം, നരകം, ഇങ്ങനെയുള്ള ദ്വൈതം ഉണ്ടാവുന്നത് എപ്പോഴാണ്? അത് അവിവേകം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഭഗവാനെ സംബന്ധിച്ച് ഞാനെന്നോ അപരനെന്നോ ഉള്ള ചിന്ത തന്നെ ഇല്ല. അതുകൊണ്ട് ഭഗവാനിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേദാന്തികൾ പറയുന്ന ആ വേട്ടാളന്റെ കഥ നാരദന്മ ഇവിടെ പറഞ്ഞു. വേട്ടാളൻ ഒരു പുഴുവിനെ കുത്തി പേടിപ്പിച്ച മണ്ണുകൊണ്ടുള്ള കൂട്ടിൽ അടച്ച് വേട്ടാളൻ പറന്നു പോകുമ്പോൾ അതിനകത്തിരിക്കുന്ന പുഴു ആ വേട്ടാളനെ തന്നെ വിചാരിച്ച് കീടപേഷസ്കൃതാരുദ്ധ കുഡ്യായാം തമനുസ്മരൻ സംരംഭ ഭയയോഗേന വിന്ദതേ തൽസ്വരൂപതാം. ഭയയോഗം കൊണ്ട് പേടിച്ച് അതിനെ തന്നെ വിചാരിച്ച് അതായിട്ട് തീരും. അപ്പൊ ഭഗവാനിലേക്ക് എത്താൻ ഭയവും ഒരു വഴിയാണെന്ന് കാണിക്കുകയാണ്. ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ ഇവിടെ ആ ഭഗവാനിൽ മായാമനുജ ഈശ്വരെ, മായാമനുഷ്യനായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണനിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സ്മരണയുണ്ടായാൽ മതി. കാമാത്, ദ്വേഷാത്, ഭയാത്, സ്നേഹാത് യഥാ ഭക്തേശ്വരേ മന ആവേശ്യ തദഹം ഹിത്വാ ബഹവസ്തദ്രുതിം ഗതാ എന്നാണ്. ആ ഗതിയിലേക്ക് ബഹവസ്തദ്ഗതിം ഗതാ, ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കും. എന്നിട്ട് നാരദൻ പറഞ്ഞു, അങ്ങക്ക് അറിയാലോ ഗോപികൾക്ക് കാമമായിരുന്നു, കംസന് ഭയമാണ്, ഈ ശിശുപാലൻ തുടങ്ങിയവർക്ക് ദേഷ്യമാണ്, വൃഷ്ടികൾക്ക് ബന്ധുത്വമാണ്, സ്നേഹാദ്യൂയം നിങ്ങൾക്ക് സ്നേഹമാണ്, ഞങ്ങൾക്ക് ഭക്തിയാണ് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി. അതുകൊണ്ട് ധർമ്മപുത്രരെ തസ്മാൽ കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയിൽ, ഏതെങ്കിലും ഒരു തരത്തിൽ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തു വയ്ക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ഇന്ന രീതിയിൽ വേണമെന്നില്ല. അപ്പൊ ശിശുപാലൻ ദ്വേഷം കൊണ്ട് ഭഗവാനെ സ്മരിച്ചു, അല്ലെങ്കിൽ ശിശുപാലൻ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ഈ ശിശുപാലൻ ഒരു സാധാരണക്കാരനല്ല എന്നും മനസ്സിലാക്കൂ. ഭഗവാന്റെ അച്ഛമ്മങ്ങളുടെ മക്കളായ ദമഘോഷ സുതന്മാരായിരിക്കുന്ന ശിശുപാലനും ദന്തഭക്തനും പാർഷദപ്രവരവും, പാർഷദന്മാരിൽ ശ്രേഷ്ഠന്മാരെ, വിഷ്ണു പാർഷദന്മാരിൽ ശ്രേഷ്ഠന്മാരായ ജൈവിജയന്മാരായിരുന്നു. വിപ്രശാപം കൊണ്ട്, ബ്രാഹ്മണ ശാപം കൊണ്ട് അവർ ഭൂമിയിൽ വന്ന് പിറന്നതാണ്. ഇവർ ഈ ശിശുപാലനും ദന്തഭക്തനുമായി ഇപ്പോ മൂന്നാമത്തെ ജന്മമാണ് എടുക്കുന്നത്. ഇതിനു മുമ്പ് സനകാദി യോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് ഇവർ ഇതിനു മുമ്പും 2 ജന്മങ്ങൾ എടുക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ ശിശുപാലനും ദന്തഭക്തനുമായി ഇപ്പോ ഈ മനുഷ്യരായി ഇവർ പിറന്നുവെങ്കിൽ ഇതിനു മുമ്പ് അസുരന്മാരായും രാക്ഷസന്മാരായും ഇവർ പിറന്നിട്ടുണ്ട്. ദിതികശ്യപ പുത്രന്മാരായി, ദൈതേയന്മാരായി, ദൈത്യന്മാരായി, ഹിരണ്യകശിപുവായും ഹിരണ്യാക്ഷനായും പിറന്നത് ഇവർ തന്നെ. അങ്ങനെ അവർ അസുരന്മാരായിട്ട് പിറന്നു. ഇവർ വിശ്രവസിന്റെയും ആ കേശിനിയുടെയും കൈകസിയുടെയും പുത്രന്മാരായി, രാവണ കുംഭകർണന്മാരായി, രാക്ഷസന്മാരായി ഇവർ പിറന്നിട്ടുണ്ട്. ഇവരെയൊക്കെ ഭഗവാൻ ഇതിനു മുമ്പ് നിഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സനകാദികൾ എന്താ പറഞ്ഞത്? 3 ജന്മം നിങ്ങൾ ഈ സനകാദി യോഗീശ്വരന്മാരെ ഭഗവത് ദർശനത്തിന് തടസ്സമാകുന്ന രീതിയിൽ നിന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ശപിച്ചത്. ഇപ്പൊ 3 ജന്മം പറഞ്ഞു. ഭഗവാൻ 4 അവതാരങ്ങൾ എടുത്തു എന്ന് പറയുന്നു. ഹിരണ്യാക്ഷോ ധരോദ്ധാരേ ബിഭ്രതാ സൗകരം വപു. ഹിരണ്യാക്ഷനെ ഭഗവാൻ നിഗ്രഹിച്ചത് സൂകരമൂർത്തിയായിട്ട് അവതരിച്ചിട്ടാണ്. അതേപോലെ ഹതോ ഹിരണ്യകശിപുർ ഹരിണ സിംഹരൂപിണ. ഭഗവാൻ നരഹരിയായി, സിംഹമായി അവതരിച്ചിട്ടാണ് ആ ദൈത്യേന്ദ്രനെ, ആ കുഞ്ചരപതിയെ പോലെയുള്ള ഹിരണ്യകശിപുവിനെ ഭഗവാൻ സിംഹമായി നിഗ്രഹിച്ചത്. ആനയെ കൊല്ലാൻ സിംഹത്തിനെ സാധിക്കുള്ളൂ, അല്ലേ? ആ ഗജേന്ദ്രനെ മൃഗേന്ദ്രനായി വന്ന് നിഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു.
പിന്നെ ഇവർ കുംഭകർണനും രാവണനുമായപ്പോ അവിടെ ഭഗവാൻ രാഘവനായി വന്ന് ആ രണ്ടുപേരെയും നിഗ്രഹിച്ചു. രാമവീര്യം ശ്രോഷ്യസിത്വം മാർക്കണ്ഡേയ മുഖാൽ പ്രഭോ. അങ്ങ് മാർക്കണ്ഡേയനിൽ നിന്ന് അത് കേട്ടിട്ടുണ്ടല്ലോ, രാമന്റെ കഥകൾ, ശ്രീരാമന്റെ കഥകൾ എന്ന് പറയുന്നു. അവര് തന്നെ ഇപ്പതാ ക്ഷത്രിയന്മാരായി ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മക്കളായി ദമഘോഷ സുതന്മാരായി ശിശുപാലനായും ദന്തവക്രനായും പിറന്നിരിക്കുന്നു. ഇതിൽ ശിശുപാലനെ ഭഗവാൻ നിഗ്രഹിച്ചു, ദന്തവക്രനെയും അധികം വൈകാതെ നിഗ്രഹിക്കും. ശിശുപാലന് സുദർശനം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നതെങ്കിൽ ദന്തവക്രന് കൗമോദകി എന്ന ഭഗവാന്റെ തൃക്കൈയിൽ വിളങ്ങുന്ന ഗത കൊണ്ടാണ് മോക്ഷം കിട്ടാൻ പോണത്. നാരദൻ അതൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങനെ ആ കേശവപ്രിയനായിരിക്കുന്ന പ്രഹ്ലാദനെ ഈ ഹിരണ്യകശിപു ദ്രോഹിച്ചു എങ്കിൽ ആ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ദ്രോഹിച്ചത്, അതേക്കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മറുപടിയാണ് നരസിംഹാവതാരം എന്നുള്ള രീതിയിൽ 9 അധ്യായങ്ങളിലൂടെ പറഞ്ഞു വെച്ചത്. ആദ്യത്തെ അധ്യായത്തിൽ നാരദ മഹർഷി പ്രതിനായകനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ അവതരിപ്പിക്കുന്നു. ഹിരണ്യകശിപുവിന്റെ അതിഭയാനകമായ രൂപം, സഹോദരനായ ഹിരണ്യാക്ഷൻ മരിച്ചതിലുള്ള ദുഃഖം, ആ ഹിരണ്യാക്ഷനെ ഹരി നിഗ്രഹിച്ചതിലുള്ള ഹരിയോടുള്ള ദേഷ്യം, ആ ശോകവും താപവും ഒരുമിച്ച് വന്നപ്പോ ഹിരണ്യകശിപുവിന്റെ മുഖം ആകെ ചുവന്നു തുടുത്തു. കണ്ണുകൾ അഗ്നിസമാനമായി, ചുണ്ടുകൾ കടിച്ചു പിടിച്ചിട്ടുണ്ട്, ശൂലം നിലത്ത് കുത്തിപ്പിടിച്ചിട്ടുണ്ട്. തന്റെ മുമ്പിലിരിക്കുന്ന ദാനവന്മാരെയും ദൈതേയന്മാരെയും വിളിച്ച് ഹിരണ്യകശിപു പറഞ്ഞു തുടങ്ങി, ഭോ ഭോ ദാനവ ദൈതേയ ദ്വിമൂർധ ശതബാഹോ ഹയഗ്രീവ നമുചേ പാക ഇൽവല വിപ്രചിത്തേ. എല്ലാവരും പ്രത്യേകം പേരെടുത്തിട്ടാണ് ഹിരണ്യകശിപു പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും എൻ്റെ വാക്കു കേൾക്കൂ. നിങ്ങളുടെ കൂട്ടുകാരനും എൻ്റെ സഹോദരനുമായ ഹിരണ്യാക്ഷനെ ആ വൈകുണ്ഠനാഥൻ എന്ന് പറയപ്പെടുന്ന ശ്രീഹരി ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്റെ അനുജനോട് എനിക്ക് പ്രതിക്രിയ ചെയ്യണം. മച്ഛൂല ഭിന്നഗ്രീവസ്യാഭൂരിണാരുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ. രുധിരപ്രിയനായിരിക്കുന്ന ഹിരണ്യാക്ഷന് എന്റെ വക തർപ്പണം. എങ്ങനെയാ? ആ ഹരിയുടെ മാറ് കീറി, ഈ ശൂലം കൊണ്ട് കുത്തിക്കീറി അതിലെ ചുടു രക്തമെടുത്ത് ഞാൻ ഹിരണ്യാക്ഷന് തർപ്പണം ചെയ്യും. ആ രക്താർപ്പണത്തിന് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഹിരണ്യകശിപു പറഞ്ഞു, വിഷ്ണുവിന്റെ ശക്തി യജ്ഞങ്ങളും ദാനങ്ങളും സത്യവും ധർമ്മവും ഒക്കെയാണ്. അപ്പോ അതിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ നിങ്ങൾ എത്ര ദ്വിജാ ഗാവോ വേദ വർണ്ണാശ്രമാക്രിയ തം തം ജനപദം യാത സന്ദീപയത വൃശ്ചത. അതിനെ മുഴുവൻ ഇല്ലാതെയാക്കുക. അപ്പൊ വിഷ്ണുവിന്റെ ശക്തി കുറയും. അങ്ങനെ വിഷ്ണുവിന്റെ ശക്തി കുറയുകയും ഞാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരിക്കലും മരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വരങ്ങൾ നേടി ശക്തനാവുകയും ചെയ്താൽ വിഷ്ണുവിനെ നമുക്ക് തോൽപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അധർമ്മം ചെയ്യുവിൻ. വിഷ്ണു ധർമ്മത്തിന്റെ പ്രതിരൂപമാണ്. സജ്ജനങ്ങൾ പറയുന്നു, ഉള്ളിന്റെ ഉള്ളിൽ ഹിരണ്യകശിപു ആഗ്രഹിക്കുന്നുണ്ട്, ഈ ജന്മങ്ങളൊക്കെ വിട്ട്, ഈ 3 ജന്മങ്ങളും വിട്ട് ഭൂലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന മുകുന്ദന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ച് വീണ്ടും ആ ജൈവജന്മാരായ വൈകുണ്ഠത്തിന്റെ കാവൽക്കാരായി നിൽക്കണം തങ്ങൾക്ക്. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താ? അവിടെ വേദങ്ങളെ, ബ്രാഹ്മണരെ, പശുക്കളെ ഒക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും എന്നെ ഇല്ലാതെയാക്കും. നിർവൈരായ പ്രശാന്തായ സുസുതായ മഹാത്മനെ പ്രഹ്ലാദായ ദാദ്രുഹ്യേ ഹനിഷ്യേപി വരോർജിതം എന്ന് ഭഗവാൻ ദേവന്മാരോട് പറയുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ ഹിരണ്യകശിപു ഒരു പക്ഷേ ഇതറിഞ്ഞിട്ടുണ്ടാവും. ഭഗവാനെ ഇവിടെ എത്തിക്കാനുള്ള വഴി എന്താണ്? അധർമ്മം ചെയ്യുക.
അതിനുവേണ്ടി ഹിരണ്യകശിപു എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. ഹിരണ്യകശിപുവിന്റെ ആ വിവിധങ്ങളായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കേട്ട് കൽപ്പനകൾ അനുസരിച്ച് ദൈത്യന്മാര് അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. അവർ പലതരത്തിലുള്ള ആ നശീകരണത്തിലുള്ള ഉപകരണങ്ങളും കയ്യിലെടുത്ത് പുരഗ്രാമ വ്രജോദ്യാന ക്ഷേത്രാരാമ അശ്രമാകരാൻ ഖേടഘർവട ഘോഷാംശ ദദഹു പത്തനാനുജ സകല സ്ഥലത്തും ചെന്ന് തകർത്തെറിയാൻ തുടങ്ങി. ഹിരണ്യകശിപു അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇതേ ഹിരണ്യകശിപു ഇവിടെ പുറത്ത് എല്ലാവരോടും തന്റെ മുമ്പിലിരുന്ന അസുരക്കൂട്ടങ്ങളോട് പറഞ്ഞതിന് കടകവിരുദ്ധമായി അന്തഃപുരത്തിൽ ചെന്ന് അമ്മയോടും സഹോദര ഭാര്യയായ ഋഷാഭാനുവിനോടും അതേപോലെ തന്നെ ആ ഹിരണ്യാക്ഷന്റെ മക്കളോടും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഉപദേശം കൊടുത്തു. അത് ധർമാനുസാരിയായ ആത്മോപദേശം. എന്താ പറഞ്ഞത്? നമ്മൾ ഹിരണ്യാക്ഷന്റെ മരണത്തിൽ ദുഃഖിക്കാൻ പാടില്ല. ഹിരണ്യാക്ഷൻ മരിച്ചിട്ടില്ല. കാരണം ഹിരണ്യാക്ഷൻ ഈ ശരീരമല്ല, നിത്യനായ ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് ഹിരണ്യാക്ഷൻ മരിച്ചു എന്ന് കരുതരുത്. ഹിരണ്യാക്ഷന്റെ ദേഹത്തിന് മാത്രമേ നാശം സംഭവിച്ചിട്ടുള്ളൂ. ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഹിരണ്യാക്ഷൻ ദേഹമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേഹം വിട്ടുപോയ ആത്മാവില്ലാത്ത ദേഹം വെറും ശവമാണ്. ഈ ശരീരം കാണുമ്പോൾ നമുക്ക് ലവലേശം ആനന്ദം അനുഭവിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് ഈ ദേഹമല്ല ഹിരണ്യാക്ഷൻ, മറിച്ച് അതിനുള്ളിൽ ചൈതന്യമായി നിന്ന ഈശ്വരീയ ഭാവമാണ്. പിന്നെ ഹിരണ്യാക്ഷൻ ആരോട് ഏറ്റുമുട്ടിയിട്ടാണ് മരിച്ചത്? സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഹരിയുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആരും കരയരുത്. അവിടെ സുയജ്ഞൻ എന്ന രാജാവിന്റെ കഥയും ആ രാജാവ് മരിച്ചപ്പോൾ മാറത്തടിച്ച് കരഞ്ഞ രാജ്ഞിമാരോട് യമധർമ്മൻ ഉപദേശിച്ച വളരെ വിശേഷമായ ധർമ്മോപദേശവും അതിൽ ഉപകഥയായി വന്ന സ്നേഹം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട മാടപ്പിറാവുകളുടെ കഥയും ഒക്കെ ഭംഗിയായിട്ട് ഹിരണ്യകശിപു പറഞ്ഞു വെച്ചു. ഏതായാലും ഹിരണ്യകശിപുവിന്റെ വാക്ക് കേട്ട് ഇതി ദൈത്യപതേർവാക്യം ദിതിരാകർണ്യ സസ്പുഷ പുത്രശോകം ക്ഷണാത്യക്വാ തത്വേ ചിത്തമധാരയിൽ. ഉള്ളിൽ തത്വം നിറഞ്ഞപ്പോ ഉള്ളിലെ ശോകം മുഴുവൻ അസ്തമിച്ചു. തത്വത്തിന്റെ ആ ജ്ഞാനസൂര്യൻ തിളങ്ങിയപ്പോ ഇരുട്ട് ഇല്ലാതെയായതുപോലെ അവരുടെ ഉള്ളിലെ ദുഃഖം മുഴുവൻ തീർന്നു. ഇങ്ങനെ പറഞ്ഞ ഹിരണ്യകശിപു ഇനി തനിക്ക് ശക്തിയുണ്ടാവാൻ ലോകസൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവിനെ ഭജിക്കണം. അതിന് മന്ദരപർവ്വതത്തിലേക്ക് യാത്രയായി. മന്ദരപർവ്വതത്തിൽ സതേവേ മന്ദരദ്രോണ്യാം തപ പരമദാരുണം, അതിഗംഭീരമായ ഒരു തപസ് ആരംഭിച്ചു. ഊർധ്വബാഹു നഭോദൃഷ്ടി പാദാങ്കുഷ്ടാശ്രിതാവനി. പാദം, അതിന്റെ അങ്കുഷ്ടം, തള്ളവിരൽ മാത്രം നിലത്തൂന്നിക്കൊണ്ട് ആകാശത്തിലേക്ക് നോക്കി കൈകൾ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഹിരണ്യകശിപു പ്രണവം ജപിക്കാൻ തുടങ്ങി. ഓരോ നിമിഷവും ഓരോ ദിനങ്ങളും ഓരോ വർഷങ്ങളും കഴിയുന്നതോടുകൂടി ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ ആ ഉഗ്രത വർദ്ധിച്ചു വന്നു. ഹിരണ്യകശിപുവിന്റെ മുടികൾ പ്രളയകാലത്തെ സൂര്യൻ എന്നതുപോലെ തോന്നിപ്പിച്ചു. ഹിരണ്യകശിപുവിന്റെ ദേഹത്തെ മാംസം മുഴുവൻ ഉറുമ്പും ചിതലും തിന്നു തീർത്തു. ആ ദേഹത്തിൽ എല്ലും തോലുമായ ദേഹത്തിലാണ് പ്രാണൻ അവശേഷിക്കുന്നത്. ഹിരണ്യകശിപു ഒന്നും അറിയാതെ തന്നെ മൂടിയ പുൽകളും മുളകളും അതേപോലെ ചിതലും കൊണ്ട് മൂടപ്പെട്ടുവെങ്കിലും ഇതൊന്നും അറിയാതെ ആ ചിത്തത്തിൽ ബ്രഹ്മസ്വരൂപനായ സൃഷ്ടികർത്താവിനെ വിചാരിച്ചുകൊണ്ട് പ്രണവം ജപിച്ചുകൊണ്ട് ഹിരണ്യകശിപു തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. വരുഷശതം 100 വർഷം തപസ്. ആ തപസ്സിന്റെ ശക്തിയിൽ ലോകത്തിന് മുഴുവൻ ശ്വാസരോധം വന്നു, പ്രാണനിരോധം വന്നു. ദേവന്മാര് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് ഉടനെ തന്നെ ആ ദൈത്യേശ്വരനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അങ്ങയുടെ സ്ഥാനത്തിന് പോലും ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്, വേഗം ചെല്ലൂ എന്ന് പറഞ്ഞപ്പോ ഭൃഗു, ദക്ഷൻ തുടങ്ങിയവരോടുകൂടി ഹംസവാഹനനായി ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന്റെ
ആ ആശ്രമ സങ്കേതത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോഴോ ആ ചിതൽപുറ്റിലിരിക്കുന്ന ഹിരണ്യകശിപുവിനെ കാണാൻ പോലും ഹംസവാഹനനായ ബ്രഹ്മാവിന് സാധിച്ചില്ല. ബ്രഹ്മാവ് പറഞ്ഞു, ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ തപസ്സിദ്ധോസി കാശ്യപ. ഹേ കശ്യപപുത്ര, കാശ്യപ, അങ്ങയുടെ തപസ് വളരെ ഗംഭീരമായി, അങ്ങക്ക് വരം തരാനായിട്ട് ഞാൻ വന്നിരിക്കണു, അങ്ങ് കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഇത്യുക്ത ആദിഭവോ ദേവോ, ആ ആദിദേവനായിരിക്കുന്ന ഭഗവാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലു ജലം കൊണ്ട് ഹിരണ്യകശിപു ഇരിക്കുന്ന ആ ചിതൽപുറ്റിലേക്ക് തളിച്ചതും ആ ചിതൽപുറ്റിൽ നിന്നും നേരത്തെ എല്ലും തോലുമായി മാംസം ലവലേശമില്ലാതിരുന്ന ആ ഹിരണ്യകശിപു ഇപ്പോ സർവാവയവ സമ്പന്നോ വജ്രസംഹനനോ യുവ എന്ന ഭാവത്തിലേക്ക് മാറി. എല്ലാ അവയവ പുഷ്ടിയോടുകൂടി വജ്രസമാനമായ ഉരുക്കൊത്ത ആ ശരീരത്തോടുകൂടി ഹിരണ്യകശിപു തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഹംസവാഹനനായ നാൻമുഖനെ, ആ സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മദേവനെ കണ്ട് എഴുന്നേറ്റ് കാക്കൽ വീണുങ്ങനെ നമസ്കരിച്ചു. ഹിരണ്യകശിപുവിന്റെ തൊണ്ടയിടറി ഗദ്ഗതം വന്നു എന്നാണ്. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ടോ ഹിരണ്യകശിപു സ്തുതിച്ചു, കൽപ്പാന്തേ കാല സൃഷ്ടേന യേനേദമഖിൽ ഹരേ യോന്ധേന തമസാവൃതാൽ അഭിവ്യനൻ ജഗദിതം സൃജത് സൃജത് സൃജ സ്വയം ജ്യോതി സ്വരോജിഷ നമ നമ ആദ്യായ ബീജായ ജ്ഞാന വിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയ മനോ ബുദ്ധി വികാരേ വ്യക്തിമീയുഷേ. ഗംഭീരായിട്ടുള്ള സ്തുതി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സാക്ഷാൽ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കഴിഞ്ഞിട്ട് അനന്താവ്യക്തരൂപേണ യേനേദമഖിലം തതം ചിദചിച്ഛക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. ഇതുവരെ ഒരു ഭക്തന്റെ ഭാവമായിരുന്നുവെങ്കിൽ ഇപ്പതാ ആസുരീയത നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തോടു കൂടി നേരത്തെ കണ്ട ആർദ്രത ഹൃദയത്തിൽ ഇല്ലാതെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരത്തോടു കൂടി താൻ തപസ് ചെയ്തു. ആ തപസ്സിന് അങ്ങ് വരം തരുക തന്നെ വേണം എന്നതാണ് ആ വാക്കിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹിരണ്യകശിപു ഒളിപ്പിച്ചു വെച്ച സൂത്രം. എന്നിട്ട് പറഞ്ഞു, യതിദാസ്യസ്യ അഭിമതാൻ വരാൻമേ വരദോത്തമ, അങ്ങ് വരം തരാൻ തയ്യാറാണെങ്കിൽ അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മാവ് ഒന്ന് ആലോചിച്ചു. കുഴപ്പമില്ല, കൊടുക്കാം അല്ലേ? കാരണം ഭഗവാൻ വേണ്ട പോലെ ചെയ്തോളും. താൻ ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാൻ തന്റെ സൃഷ്ടിയല്ല. അപ്പൊ ഹിരണ്യകശിപുവിന്റെ ആദ്യത്തെ വരയാചന അത് ബ്രഹ്മദേവന് അംഗീകരിച്ചു. ഹിരണ്യകശിപുവിന് പോരാ തോന്നി. കാരണം എന്താ, ഇനി എങ്ങാനും കൊന്നാലോ ഏതെങ്കിലും നിലയ്ക്ക്. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, അകത്ത് വെച്ച് പാടില്ല, പുറത്തു വെച്ച് പാടില്ല. ആലോചിച്ച് നോക്കൂ, ബുദ്ധിശൂന്യതയല്ലേ പറഞ്ഞത്. അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും മരിക്കരുത് എന്ന് പറഞ്ഞ ആള് പിന്നെ മരിക്കാതിരിക്കാൻ കുറെ കാര്യങ്ങൾ കൂടി ചോദിച്ചു. അകത്ത് പാടില്ല, പുറത്തു പാടില്ല, ആയുധം കൊണ്ട് പാടില്ല, ആയുധമില്ലാതെ പാടില്ല, ജീവനുള്ള വസ്തു പാടില്ല, ജീവൻ ഇല്ലാത്ത വസ്തു പാടില്ല. ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ, നിരവധി നിരവധി വരങ്ങൾ നേടിയെടുത്ത ഹിരണ്യകശിപു ബ്രഹ്മാവ് പറഞ്ഞു, താതയമേ ദുർലഭാ പുംസാം യാൻ ഗൃണീഷേ വരാൻ മമ, എങ്കിലും ഞാൻ ഇതൊക്കെ തരാം. അതിദുർലഭമായിരിക്കുന്ന വരങ്ങൾ ഞാൻ നിനക്ക് തരുകയാണ്. അതിദുർലഭമായ തപസ്സാണ് നീ അനുഷ്ഠിച്ചത്, വരങ്ങൾ സ്വീകരിച്ചോളൂ. വരം നേടിയിട്ടോ ഭഗവത്യകരോദ്വേഷം ഭ്രാതൃവധമനുസ്മരൻ. തന്റെ സഹോദരനെ കൊന്ന ഭഗവാനോട്, ഹരിയോട്, ആ ശ്രീഹരിയോടുള്ള തന്റെ ദേഷ്യം വെച്ചു പുലർത്തി ഹിരണ്യകശിപു. പട്ടേരിപ്പാട് പറയുന്നത് വരം ലബ്ധ്വാ തൃപ്തഃ, വരം നേടിയാൽ തൃപ്തനാവരുത്, വരം നേടിയാൽ തൃപ്തനാവണം. ഇവിടെ വരം നേടി തൃപ്തനായി അഹങ്കാരിയായ ഹിരണ്യകശിപു ദേവന്മാര്, അസുരന്മാര്,
മനുഷ്യര് എന്ന് വേണ്ട ലോകത്തിലെ സകല ചരാചരങ്ങളെയും തന്റെ കാൽക്കീഴിലാക്കി മഹേന്ദ്ര ഭവനത്തിൽ ഏകഛത്രാധിപതിയായിരിക്കുന്നു ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിന്റെ അടുത്ത് സകലരും ആത്മസമർപ്പണം ചെയ്യാൻ തുടങ്ങി. ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ നാരദൻ, വിശ്വാവസു, തുമ്പുരു തുടങ്ങിയ മഹാകേമന്മാരായിട്ടുള്ള മഹർഷിമാർ പോലും വന്ന് ആ ഹിരണ്യകശിപുവിനെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ആ ഹിരണ്യകശിപു അവിടെ സഭയിൽ തന്റെ സാന്നിധ്യം കൊണ്ട്, തന്റെ പുരികക്കൊടിയുടെ ഒരു ചെറുചലനം കൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാര് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി, ഭഗവാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ ദുഷ്ടന്റെ പ്രവർത്തികളെ കൊണ്ട് ഞങ്ങൾക്ക് സഹികെട്ടിരിക്കണു. ഭഗവാൻ പറഞ്ഞു, ജ്ഞാതവേദസ്യ ദൗരാത്മ്യം ദൈതേയാവസദസ്യ തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവൽ പ്രതീക്ഷ. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ, ഞാനിതാ വരികയായി. വേദങ്ങൾ, ദേവന്മാര്, പശുക്കള്, ബ്രാഹ്മണര്, സജ്ജനങ്ങൾ, ധർമ്മം, പിന്നെ എന്നിലുമൊക്കെ വിശേഷമായി വെറുപ്പ്, വിശേഷമായി ദ്രോഹം ചെയ്യുന്ന ആളുകൾ തീർച്ചയായും സവ ആശു വിനശ്യതി, അവൻ മരിക്കുക തന്നെ ചെയ്യും, നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതാ പറയുന്നു, യഥാ എപ്പോഴാണോ നിർവൈരായ പ്രശാന്തായ സുസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാദ്രുഹ്യേ ഹനിഷ്യേ വിവരോചിതം. പ്രഹ്ലാദനെ എപ്പോഴാണോ ദ്രോഹിക്കുന്നത്, അപ്പോ ആ രീതിയിൽ അവനെ ഞാൻ നിഗ്രഹിക്കും. എന്തൊക്കെ വരം നേടിയാലും അവനെ ഞാൻ ഇല്ലാതെയാക്കും. ദേവന്മാര് സമാധാനത്തോടു കൂടി തിരിച്ചുപോയി. നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞു, ആ ഹിരണ്യകശിപു ഇങ്ങനെ തൃപ്തനാണെങ്കിൽ, ഇങ്ങനെ അജിതേന്ദ്രിയനാണെങ്കിൽ, ജിതേന്ദ്രിയനായി സത്യസന്ധനായി ശീലഗുണങ്ങളോടുകൂടി തൃപ്തനായ ഒരു ഉണ്ണിയുണ്ട്. ആ ഉണ്ണിയുടെ പേര് പ്രഹ്ലാദൻ. 5 വയസ്സുള്ള ആ ഉണ്ണി. ഹിരണ്യകശിപുവിന് ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ എന്നീ 4 പുത്രന്മാർ കയാധുദേവിയിലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും താഴെയുള്ള 5 വയസ്സുകാരൻ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ കുറിച്ച് പറയാണ്, എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളും നിറഞ്ഞിട്ടുള്ള ആ ഉണ്ണി, പ്രശാന്താത്മാവായിരിക്കുന്ന ആ ഉണ്ണി എപ്പോഴും കൃഷ്ണഗ്രഹഗൃഹീതാത്മാ, ശ്രീകൃഷ്ണനാകുന്ന ഗ്രഹം ആ ഉണ്ണിയെ പിടിച്ചേക്കാണ്. ഗോവിന്ദ പരിരംഭിത, ഭഗവാൻ എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുന്നു. നാരായണ കവചം പോലെ ആ ഭഗവാൻ ആ ഉണ്ണിയിൽ ചേർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഉണ്ണിയോ ക്വചിത് ദ്രുതതി വൈകുണ്ഠ ചിന്താശപള ചേതന, ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി, ക്വചിൽ നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി, ക്വചിൽ ക്വചിത് തദ്ഭാവനായുക്ത തന്മയോ നിചകാരഃ. ആ ഉണ്ണി ചിലപ്പോൾ ചിരിക്കും. ഭഗവാന്റെ അവദാനങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, ഭഗവാന്റെ ലീലകൾ ആലോചിക്കുമ്പോൾ ചിരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ ഉണ്ണി കരയണത് കാണാം. ലോകം ഭഗവാനെ വേണ്ടതുപോലെ ആശ്രയിക്കണില്ലല്ലോ എന്നൊരു തോന്നൽ ആ ഉണ്ണിക്ക് വരുന്നു. ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കുറിച്ച് പറയുമ്പോൾ, ആലോചിക്കുമ്പോൾ ആ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ചില സമയത്ത് ഉറക്ക പാട്ടുപാടുന്നു. വിലജോ നൃത്യതിക്കൊച്ചിൽ, ചിലപ്പോ നാണം വിട്ട് ഭഗവാന്റെ ആ നാമം ജപിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നു. ചില സമയത്ത് അർദ്ധനിമീലിത നേത്രങ്ങളോടുകൂടി ധ്യാനനിരതനാകുന്ന ഉണ്ണി ചില സമയത്ത് ഭഗവാനെ പോലെ വേഷം കെട്ടി ആ ഭഗവാന്റെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഉണ്ണിയെ ഹിരണ്യകശിപു ദ്രോഹിച്ചു തുടങ്ങി എന്ന് പറയുന്നു. ഹിരണ്യകശിപു രാജൻ അകരോ അഘമാത്മജേ. ഇത് കേട്ടപ്പോ ധർമ്മപുത്രർക്ക് വീണ്ടും അതിങ്ങനെ കേൾക്കാനുള്ള, കുട്ടിയെ ഉപദ്രവിക്കണമെന്ന് കേൾക്കാനല്ല, എപ്പോഴാവും ഭഗവാൻ വന്ന് അവതരിക്കണത്, പ്രഹ്ലാദന് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ആ ഹിരണ്യകശിപു ചെയ്തത്, പറയൂ നാരദ മഹർഷി എന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷി പറഞ്ഞു, ഒരു ദിവസം ഈ ഉണ്ണി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. ഹിരണ്യകശിപു ഉണ്ണിയെ മടിയിലിരുത്തി ചോദിച്ചു, ഉണ്ണി പപ്രച്ഛ കഥ്യതാം വത്സാ മന്യതേ സാധു യത് ഭവാൻ. ഉണ്ണി പഠിച്ചതിൽ ഏറ്റവും നല്ലത്, ശരി എന്ന് തോന്നുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഉണ്ണി പറഞ്ഞു, തൽസാധു മന്യേ സുരവര്യദേഹിനാം സദാ സമുദ്ദിഗ്നധിയാമസദ്ഗ്രഹാൽ
ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. യദ്ധരിമാശ്രയേത എന്ന് കേൾക്കണവരെ ഹിരണ്യകശിപു തലയാട്ടി സമ്മതിച്ചു. കാരണം എന്താ, ഈ ഗൃഹാന്ധകൂപത്തിൽ വിട്ട് കഷ്ടപ്പെടാതെ ഇവിടെ നിന്ന് പോയി വനത്തിൽ പോയി ഹരിയെ ആശ്രയിക്കണം, അതാണ് ശരി, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപു വേഗം കയ്യൊന്നിങ്ങനെ തട്ടി. ഭൃത്യന്മാര് മുമ്പിൽ വന്ന് നിന്ന് തലയും താഴ്ത്തി നിന്നു. ആരെവിടെ? ആ ഷണ്ഡനെയും അമർക്കനെയും വിളിക്കൂ, ശുക്രാചാര്യ മക്കള്. അവർ രണ്ടുപേരും വന്നു. അവരാണ് കുട്ടികളെ ആസുരീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണത്. അവർ വന്ന് ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ മുഖം കാണിച്ചു, തൊഴുതുകിന് നിന്നു. ഹിരണ്യകശിപു പറഞ്ഞു, ഏതോ ആളുകൾ വന്ന് ഈ പ്രഹ്ലാദനെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രീതികൾക്ക് തികച്ചും നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ബദ്ധശ്രദ്ധരായി ഈ ഉണ്ണിയെ നമ്മുടേതായിട്ടുള്ളൊരു സംസ്കാരം, ആസുരീയമായ സംസ്കാരം പഠിപ്പിക്കണം. ധർമ്മത്തിനും അതേപോലെ സത്യത്തിനും ജ്ഞാനത്തിനുമൊക്കെ എതിരാണ് നമ്മുടെ സംസ്കാരം എന്നറിയില്ലേ. അതുകൊണ്ട് അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാകത്തിന് ഈ ഉണ്ണിയുടെ മനസ്സ് മാറ്റേണ്ട ചുമതല നിങ്ങൾക്കാണ്, കൊണ്ടുപോകൂ. അവർ വേഗം പ്രഹ്ലാദനെ വിളിച്ചു കൊണ്ടുവന്നു. പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദൻ എങ്ങനെയാണ് ഈ ഞാനെന്നും ഈ അപരനെന്നും, അപരന്മാരെ ആരെങ്കിലും ഒന്ന് ഉണ്ണിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നണത്. അപ്പൊ ഈ ആരാണ് ഉണ്ണിയെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാനെന്നും അപരനെന്നുമുള്ള ചിന്ത തന്നെ ഗുരുനാഥ ഭഗവാന്റെ മായയാണ്. തസ്മൈ ഭഗവതേ നമഃ. ഭഗവാൻ ഇങ്ങനെ നമസ്കരിച്ചാൽ ഈ മായയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കും. എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇത് കേട്ടിട്ട് അവർക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. അവര് പറഞ്ഞു, ഇങ്ങനെ ഇവനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല. ആരവിടെ? കൊണ്ടുവരൂ, ചൂരില് കൊണ്ടുവരൂ, ഇവനെ അടിക്കണം, പിടിക്കണം. ദൈതയെ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ എന്നൊക്കെയാണ് ഈ ദൈതയന്മാരുടെ കണ്ടകവനത്തിൽ. ദൈതയെ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ, അസുരന്മാരാകുന്ന ചന്ദനവനത്തിൽ വളർന്നിരിക്കുന്ന ഈ മുൾച്ചെടി ഇവൻ വളരാൻ അവസരം കൊടുത്തുകൂടാ. കാരണം എന്താ, ഇവൻ വളർന്നാൽ അവസാനം ഇത് വിഷ്ണുവാകുന്ന കോടാലിയുടെ കൈയായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കണം. അവർ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം പറയാറുണ്ട് സജ്ജനങ്ങൾ. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ എന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ എന്താണ്? ദൈതേയ കണ്ടകവനെ ജാതോയം ചന്ദനദ്രുമ. ഈ അസുരന്മാരാകുന്ന മുൾച്ചെടികൾ നിറഞ്ഞ വലിയ ആ കാട്ടിൽ വളർന്നു നിൽക്കുന്ന ഭക്തിയുടെ സുഗന്ധം ലോകം മുഴുവൻ പരത്തുന്ന ചന്ദനവനമാണ് ഈ പ്രഹ്ലാദൻ. അവർക്കത് മനസ്സിലായിട്ടില്ല. ഏതായാലും അവർ പറഞ്ഞു, ഞങ്ങളിതാ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞു. പ്രഹ്ലാദം ഗ്രാഹയാമാസ, പഠിപ്പിക്കാൻ ശ്രമിച്ചു. എന്ത്? ധർമ്മം, അർത്ഥം, കാമം. മോക്ഷോപായത്തെ കുറിച്ച് അവർ പഠിപ്പിച്ചതേ ഇല്ല. പക്ഷെ പ്രഹ്ലാദൻ മുമുക്ഷു ആയതുകൊണ്ട്, ഭക്തനായതുകൊണ്ട് പ്രഹ്ലാദന് അത് മാത്രമേ അറിയേണ്ടതുള്ളൂ. എന്നാൽ കുട്ടിയെ എല്ലാം പഠിപ്പിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കൽ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ഗുരുപുത്രന്മാര്. കയാധുദേവി ഭംഗിയായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ആ ഉണ്ണിയെ. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം പോലെ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് മണിക്കിരീടം ചാർത്തി, അതേപോലെ തന്നെ ആ നെറ്റിയിൽ ഗോപിക്കുറി ചാർത്തി, മഞ്ഞപ്പട്ടുടുത്ത് പൊന്നിൻ ചിലമ്പ് കിലുക്കിക്കൊണ്ട് ആ ഉണ്ണി വരണ കണ്ടപ്പോ ഹിരണ്യകശിപുവിൽ പോലും വല്ലാത്തൊരു ആനന്ദം ഉണ്ടായി. ഹിരണ്യകശിപു തന്റെ കാക്കൽ വീണ് നമസ്കരിച്ച തന്റെ പ്രിയപ്പെട്ട ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ചു. ആ ഉണ്ണിയുടെ നീണ്ടിടം പെട്ട കണ്ണുകളിലേക്ക് ഒന്നിങ്ങനെ നോക്കി. ആ ഉണ്ണി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ഹിരണ്യകശിപു തന്റെ തൃക്കൈ കൊണ്ട് ആ പ്രഹ്ലാദന്റെ തലമുടിയും എല്ലാം ഇങ്ങനെ തലോടി കൊടുത്തു. തന്റെ വലതുകരം കൊണ്ട് ആ ഉണ്ണിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ അനുച്യതാം താതാ സുധീതം കിഞ്ചിതുത്തമം കാലേന ഇതാവതായുഷ്മൻ യദശിക്ഷൽ ഗുരോദ്ഭവൻ. ഉണ്ണി ഗുരുനാഥനിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോ നോക്കൂ ഭഗവാന്റെ കാരുണ്യം. പ്രഹ്ലാദനോട്
ഗുരുനാഥന്മാരെന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആ ഉണ്ണി തീർച്ചയായും പറയും ഈ ഷണ്ടാമർക്കന്മാരിൽ നിന്ന് ഞാനൊന്നും പഠിച്ചില്ല എന്ന്. പക്ഷേ ഇവിടെ ഗുരുനാഥനിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം ഇതി പുംസാർപ്പിത വിഷ്ണോർ ഭക്തിശ്ചേർ നവലക്ഷണ ക്രിയതേ ഭഗവത്യർത്ഥ തന്മന്യേധീതം ഉത്തം. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കേൾക്കുക, പാടുക. ഇത് രണ്ടും കേട്ടപ്പോ ഹിരണ്യകശിപുന് അത്ര വിഷമം തോന്നിയില്ല. തന്നെ കുറിച്ച് പാടുന്നതൊക്കെ കേൾക്കുകയും അത് കഴിഞ്ഞ് തന്നെ കുറിച്ച് കീർത്തിക്കുകയൊക്കെ ചെയ്യുക. ഈ ഉണ്ണി അങ്ങനെയാവും പറയണത് എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഭക്തിയുടെ മൂന്നാമത്തെ പടി പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു. അത് വിഷ്ണോസ്മരണം, വിഷ്ണുവിനെ കുറിച്ച് കേൾക്കുകയും വിഷ്ണുവിന്റെ കീർത്തനം പാടുകയും വിഷ്ണുവിനെ സ്മരിക്കുകയും വിഷ്ണുവിന്റെ പാദസേവ ചെയ്യുകയും അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം എന്നീ തലങ്ങളിലൂടെ കടന്ന് ആ നവധാഭക്തിയുടെ ആത്മസമർപ്പണം, ആത്മനിവേദനത്തിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നങ്ങോട്ട് പറഞ്ഞതോടുകൂടി ഹിരണ്യകശിപു നിശമ്യേതൽ സുതവചോ ഹിരണ്യകശിപുസ്തദാ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറച്ചു എന്നാണ്. ഹിരണ്യകശിപു ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോ അവിടെ ഗുരുപുത്രന്മാര് അവര് വന്ന് നിൽക്കുകയാണ്. ഹിരണ്യകശിപു വിളിച്ചു, എവിടെ അവര് എന്ന് ചോദിച്ചു. അവര് പേടിച്ചു വിറയ്ക്കുകയാണ്. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണെന്നാണ് ഇവർ പറയണത് എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ന പരപ്രണീതം ന പരപ്രണീതം, ഇനി വേറെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? അതുമല്ല. അല്ലയോ ഹിരണ്യകശിപു, ഇവന് നൈസർഗികീയം രതിരസ്യരാജൻ, നൈസർഗികീയമായ ജന്മന ഈ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ തെറ്റുകാരല്ല എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു. ആ ഗുരു പഠിപ്പിച്ചതല്ലെങ്കിൽ നിനക്ക് എവിടുന്ന് കിട്ടി ഈ തരത്തിലുള്ള നേരെ വിപരീതമായിട്ടുള്ള ബുദ്ധി? അസതീമതി എന്നാണ്. അതിങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോ പ്രഹ്ലാദൻ അച്ഛനെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് തീരുമാനിച്ച് അച്ഛന് ഭക്തിയുടെ ആ അനന്തമായ അനുഭൂതി തലങ്ങളെ കാണിച്ചു കൊടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് അച്ഛനോട് പറഞ്ഞത്. അച്ഛൻ 7 ലോകങ്ങളുടെയും അധിപതിയായി തെളിഞ്ഞിരിക്കുമ്പോ അച്ഛന്റെ കൽപ്പന കല്ലും പിളർക്കുന്ന കൽപ്പനകളാണ്. അപ്പൊ അങ്ങനെയുള്ള കൽപ്പന കേട്ടാൽ എല്ലാം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ലോകത്തിന് മുമ്പിൽ അച്ഛൻ പറയുകയാണ്, ഹരിയെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭഗവത് ഭക്തന്മാരായി കഴിഞ്ഞാൽ സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം എന്ന ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചാൽ, ദുഷ്ടന്മാരൊക്കെ പ്രശാന്താത്മാക്കളായിട്ട് തീർന്നാൽ ഇതിൽ പരം ഭാഗ്യം വേറെ എന്താണുള്ളത്? അത് പ്രഹ്ലാദന് വിചാരിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഹിരണ്യകശിപുവിനെ രോഷം അങ്ങനെ നിറഞ്ഞിങ്ങോട്ട് വന്നു എന്നാണ്. തന്റെ കയ്യിലുണ്ടായ മടിയിലിരുന്നിരുന്ന കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇവനെ ഏതു വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലാം. എന്റെ പുത്രനാണ് എന്ന യാതൊരു പരിഗണനയും ഇവന് കൊടുക്കേണ്ടതില്ല. കാരണം ഇവൻ അസുരകുലത്തിന് വന്നിരിക്കുന്ന മാറാരോഗമാണ്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആ അവയവം മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും ശേഷം സുഖം ജീവതി, വീണ്ടും ആ ബാക്കിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ എന്തു വേണം? ആ ഭാഗങ്ങൾ മുറിച്ചു കളയും. ഇതേപോലെ നമ്മുടെ ദൈത്യകുലത്തിന് വന്നിരിക്കുന്ന വലിയൊരു ആപത്താണ് ഇവൻ. അതുകൊണ്ട് ഇവനെ കൊല്ലണം. ഹിരണ്യകശിപു രോഷം കൊണ്ട് ഇങ്ങനെ വിറച്ചു. സർവൈരുപായർഹന്തവ്യ, ആ ഉണ്ണിയെ കൊല്ലാനായിട്ട് എല്ലാവരും ശ്രമിച്ചു എന്ന് പറയുന്നു. കാരണം എന്താ? ആ ഉണ്ണി എങ്ങനെയെങ്കിലും കൊല്ലണം. അത് നമ്മുടെ രാജാവിന്റെ ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശമാണ് എന്നിങ്ങനെ തീർച്ചപ്പെടുത്തി അവർ വാളും കുന്തവും പലതരത്തിലുള്ള ആയുധങ്ങളുമായി ആ ഉണ്ണിയെ കൊല്ലാനായിട്ട് വരുന്നു. നദന്തോ ഭൈരവാനാഥാൽ ഛിന്തി ഭിന്തിവാദിന ആസീനം ചാഹനൽ ശൂലേ പ്രഹ്ലാദം സർവമർമ്മസു, എല്ലാ മർമ്മത്തിലും
കുത്തി പ്രഹ്ലാദനെ കൊല്ലാൻ പുറപ്പെട്ടു. സാധിക്കണില്ല. അവരുടെ ആയുധങ്ങൾ തകർന്നു വീഴുന്നതല്ലാതെ ദിഗ്ഗജേർദന്തശൂകേഷ അഭിചാരാമപാതനെ, വലിയ ദിഗ്ഗജങ്ങളെ കൊണ്ട് ചവിട്ടിക്കൊല്ലാൻ നോക്കിച്ചു. സാധിക്കണില്ല. ആനകൾ നോക്കുമ്പോ അവരുടെ മുമ്പിൽ ഗർജനം ചെയ്തും കൊണ്ട് സാക്ഷാൽ സിംഹമായിട്ടാണ് പ്രഹ്ലാദനെ കാണാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ആലോചിച്ചു നോക്കൂ, വലിയ വലിയ പാമ്പുകള് വിഷം ചീറ്റിക്കൊണ്ട് പ്രഹ്ലാദനെ കടിക്കാൻ വരുമ്പോ വരുന്ന സമയത്ത് സാമഗാന ചിറകടിയൊച്ചയുമായിട്ട് പ്രഹ്ലാദൻ ഗരുഡനെ പോലെ നിൽക്കുന്നു. അവരും പേടിച്ചോടുന്നു. ന്യൂനമേതൽ വിരോധേന ഹിരണ്യകശിപുവിന് തോന്നിത്തുടങ്ങി. അങ്ങനെ അവര് പല രീതിയിൽ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കിയെങ്കിലും അവർക്ക് ആർക്കും സാധിക്കണില്ല. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിയ, മഞ്ഞിൽ കുഴിച്ചിടുക, വെള്ളത്തിൽ മുക്കിപ്പിടിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ദേവിയെ കൊണ്ട് തന്നെ പ്രഹ്ലാദന് വിഷം കൊടുക്കുക. പ്രഹ്ലാദന് അതിലും ഒരു കൂസലും ഉണ്ടായില്ല എന്ന് പറയുന്നു. കാരണം പ്രഹ്ലാദന് രക്ഷയ്ക്കായി എന്നും ഭഗവാനുണ്ട് എന്നുള്ള ഉറപ്പുണ്ട്. നമ്മള് ഇന്നലെ കേട്ടില്ലേ ഈ ഭരതന്റെ കഥ? അതേപോലെ ഇന്ന് പ്രഹ്ലാദന്റെ കഥ. ഭക്തിയുടെ അചഞ്ചലമായ ഭാവ തീവ്രതയാണ് പ്രഹ്ലാദൻ, ഭരതനെ പോലെ. ഇനി നാളെ നമ്മൾ കാണും അംബരീഷൻ എന്ന ഭക്തോത്തമനെ. അപ്പൊ ഇവിടെയൊക്കെ ഭക്തന്മാർക്ക് ഒന്നിനെയും പേടിയില്ല എന്നാണ്. അപ്പൊ പ്രഹ്ലാദനും പേടിയിട്ടും ഉണ്ടായില്ല. പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി വിഷം കഴിച്ചിട്ട് പോലും പ്രഹ്ലാദന് മരണമില്ല എന്ന് പറഞ്ഞപ്പോ ന്യൂനമേതൽ വിരോധേന മൃത്യുർമേ ഭവിതാനവ എന്നാണ് ഹിരണ്യകശിപുവിന് തോന്നിയത്. ഇവനെ കൊണ്ട് എനിക്ക് മരണം സംഭവിക്കോ? ഉണ്ടാവില്ല എന്ന് തീർച്ചപ്പെടുത്തി. അപ്പോഴേക്കും ഷഡാമർക്കന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവനെ കൊണ്ടുപോകാം. ഞങ്ങളുടെ അച്ഛനായ ശുക്രാചാര്യ വന്ന് ഇവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോ ഇവന് ആസുരീയമായ ഭാവങ്ങളൊക്കെ വരും. ഇവന്റെ ഉള്ളിൽ നിന്ന് ഹരിഭക്തി വിശേഷം നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കും. ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകാനുള്ള അനുമതി തരണം. കൊണ്ടുപോകൂ അവനെ. ഹിരണ്യകശിപു കൽപ്പിച്ചു. കൊണ്ടുപോയി അവിടെ ഗുരുകുലത്തിൽ വരുണപാശം കൊണ്ട് ബന്ധിക്കണു. അസുര ഗുരുനാഥന്മാര് പ്രഹ്ലാദൻ. അങ്ങനെ പ്രഹ്ലാദൻ ബന്ധനസ്ഥനായി നിൽക്കുമ്പോ അസുരക്കുട്ടികളെ ചുറ്റും കൂടി. അവര് പറഞ്ഞു, പ്രഹ്ലാദ, എന്തിനാണ് പ്രഹ്ലാദൻ അച്ഛൻ പറയണത് കേൾക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഞങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ട്. പ്രഹ്ലാദനെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടുകൂടി കളിച്ചു ചിരിച്ചു നടക്കേണ്ട ഈ സമയത്ത് പ്രഹ്ലാദൻ എന്തിനാണ് ഹരിഭക്തിയുടെ പേരിൽ അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് കുറെ കാലം കഴിഞ്ഞ് പ്രഹ്ലാദൻ ഞങ്ങളുടെ ചക്രവർത്തിയാകുന്ന സമയത്ത്, ദൈത്യേന്ദ്രനാകുന്ന സമയത്ത്, അപ്പോ നമുക്ക് ഹരിയെ ആശ്രയിച്ചാ പോരെ, എന്തിനാ ഇപ്പോ എന്ന് ചോദിച്ചപ്പോ ഭാഗവതം പ്രഹ്ലാദനിലൂടെ നമ്മളോടൊക്കെ വലിയൊരു ഉപദേശം തരുന്നു. പ്രഹ്ലാദൻ പറയുന്നു, കൗമാര ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥം. കൗമാരത്തിൽ തന്നെ, കുട്ടിക്കാലത്ത് തന്നെ, 5 വയസ്സിൽ തന്നെ ഭഗവാനെ ഭജിക്കണം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. അച്ഛനും അമ്മയും ഗുരുനാഥനും പറയുന്നത് കേൾക്കണം, സത്യമാണത്. പക്ഷേ അവർ പറയുന്നത് സത്യസ്വരൂപനായ ഭഗവാന് പൂജ ചെയ്യുന്നതിന് വിപരീതമാണെങ്കിൽ, ഭഗവത് ഭക്തിക്ക് വിരുദ്ധമാണെങ്കിൽ തീർച്ചയായും അതിനെ നമ്മൾ അംഗീകരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പോലെ കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവത് ഭജനം ചെയ്യുകയാണ് വേണ്ടത്. ആ ഭഗവത് ഭജനത്തിലൂടെ ആ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കും. ആ ഭഗവാന്റെ കാരുണ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. സത്യത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കേവലം 100 വർഷമാണ് മനുഷ്യന് ആയുസ്സുള്ളത്. ആ 100 വർഷത്തിൽ പകുതി നമ്മൾ ഉറങ്ങിക്കഴിയുന്നു. ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ആ 100 വർഷത്തിൽ പകുതി ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തിൽ യൗവനം, വാർദ്ധക്യം തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഭഗവാനെ ഭജിക്കാൻ നേരം കിട്ടില്ല, അല്ലേ? ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താഗ്രസ്ത, പരമേ ബ്രഹ്മണി
കോപിന സക്ത, ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഭഗവാനെ ഭജിക്കൂ. ആ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. പ്രഹ്ലാദന്റെ ഉപദേശം കേട്ടു കുട്ടികൾ. അവർ ചോദിച്ചു, ഈ ഭഗവാൻ ഞങ്ങളെയും രക്ഷിക്കൂ, എന്താ സംശയം? പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, ലോകത്തെ മുഴുവൻ തൻ്റെ ആ ഒരൊറ്റ നോട്ടം കൊണ്ട്, തൻ്റെ പുരുകക്കൊടിയുടെ ഒരു ചെറുചലനം കൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന എൻ്റെ അച്ഛൻ്റെ കല്ലും പിളർക്കുന്ന കൽപ്പന എനിക്ക് ധിക്കരിക്കാൻ സാധിച്ച്, എനിക്ക് വിജയിക്കാൻ സാധിച്ചുവെങ്കിൽ ഇപ്പോഴും എൻ്റെ ദേഹത്തിലെ ഒരു രോമത്തിന് പോലും പരിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് എൻ്റെ നൈപുണ്യമല്ല, ആ ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതുകൊണ്ട് ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് വലിയ സംശയമായി. പ്രഹ്ലാദ, ഞങ്ങൾക്ക് ഇപ്പോഴും വലിയ സംശയം തോന്നുന്നു. കാരണം എന്താ? പ്രഹ്ലാദൻ അന്ന് അച്ഛൻ പറഞ്ഞില്ലേ, യഥ ശിക്ഷൽ ഗുരോർഭവാൻ എന്ന് പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ശ്രവണം കീർത്തനം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. കാരണം പ്രഹ്ലാദനെ പഠിപ്പിച്ച ആ ഗുരുനാഥൻ ആരാണ്? ഞങ്ങളെയൊന്നും ആ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പ്രഹ്ലാദനെ മാത്രം ഒരു ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്നറിയാൻ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛൻ മന്ദരപർവ്വതത്തിൽ തപസ്സിന് പോയ കാലം. ആ സമയത്ത് അസുരക്കൂട്ടത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി വന്ന ദേവസൈന്യം ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ നമ്മുടെ അടുത്തേക്ക് എത്തിയപ്പോ പാമ്പിനെ കണ്ട് പേടിച്ചോടുന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെ പോലെ അസുരന്മാര് മുഴുവൻ പേടിച്ചോടുമ്പോ എൻ്റെ അമ്മയെ, ഗർഭിണിയായ എൻ്റെ അമ്മയെ കൊല്ലാനായി ആ ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ടുപോകുമ്പോ ആ ദേവേന്ദ്രനെ തടഞ്ഞു നിർത്തിയ ഒരു മഹാനുഭാവൻ, ഒരു മഹാഭക്തൻ, ഒരു മഹാഗുരു നാരദ മഹർഷി കുറച്ചു നേരം ഒന്നിങ്ങനെ മിണ്ടാതെ നിന്നു. ഭഗവാൻ ഒന്ന് മന്ദഹസിച്ചു. ധർമ്മപുത്രർക്ക് അത്ഭുതമായി, ആരാണ് ആ മഹാഗുരു എന്നറിയാൻ വേണ്ടിയിട്ട്. പ്രഹ്ലാദന്റെ വാക്കുകളായി നാരദൻ തന്നെ പറഞ്ഞു, യദൃച്ഛയാഗതസ്തത്ര ദേവർഷിർദൃശേ പഥി. അവിടെ ദേവർഷിയായ നാരദൻ ആ വഴിയിലേക്ക് യദൃച്ഛയാ എത്തിച്ചേർന്നു. യദൃച്ഛയാ എന്ന് പറയുമ്പോഴും എനിക്ക് ഉറപ്പാണ് അത് ഭഗവാന്റെ സങ്കല്പമാണ്. നാരദ മഹർഷി അമ്മയെ പിടിച്ചു കൊണ്ടുപോകുന്ന ദേവേന്ദ്രന്റെ കയ്യിൽ കടന്നു പിടിച്ചു. മുഞ്ച മഹാഭാഗ, ഇവിടുന്ന് വിടൂ ഇവളെ, മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. എന്ത് അധർമാണ് ദേവേന്ദ്ര ചെയ്യണത്? ദേവേന്ദ്രൻ പറഞ്ഞു, ഇവളുടെ ഉള്ളിൽ വളരുന്ന അസുരവിത്തിനെ ഇല്ലാതെയാക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവളെ വിട്ടോളാം. നാരദ മഹർഷി അന്ന് പറഞ്ഞു, ഇത് അസുരവിത്തല്ല, ഇത് ആ ഭക്തി ദ്രുമത്തിന്റെ വിത്താണ് എന്ന് നാരദ മഹർഷി പറഞ്ഞതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛനോട് ആ ഗുരുനാഥന്മാര് പറഞ്ഞില്ലേ, നൈസർഗികമായ രതി, ആ മതി ഈ ഉണ്ണിക്കുണ്ടെന്ന്. അതിന് കാരണം ആ മഹാത്മാവിന്റെ മഹത്വമേറിയ വാക്കുകളാണ്. അല്ലാതെ ഞാൻ ഈ 5 വയസ്സിനുള്ളിൽ പഠിച്ചതല്ല ഇതൊന്നും. ഇതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് പകർന്നു തന്ന ആ മഹാഗുരുവിന്റെ അനുഗ്രഹം. അമ്മ അച്ഛൻ വരുന്ന കാലം വരെ ആ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചു. ആശ്രമത്തിൽ വെച്ച് ആ നാരദ മഹർഷി പാടുന്ന മഹതി എന്ന വീണ വീട്ടിക്കൊണ്ട് ആ ഭഗവാന്റെ മരതകമണി വർണ്ണന്റെ മഹിമകൾ ആ മഹർഷി പാടുമ്പോ മാതാവിന്റെ ഉദരത്തിലിരുന്ന് എനിക്കും അത് കേൾക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി. അമ്മയ്ക്കെന്നതുപോലെ മഹർഷി പകർന്നു തന്ന ആ ഭക്തിയുടെ തേൻതുള്ളികൾ, ആ ഭക്തി മകരന്തം എൻ്റെ ഉള്ളിൽ വല്ലാത്ത മാധുര്യം നിറച്ചു. അതുകൊണ്ടാണ് എനിക്ക് ജനിച്ചപ്പോൾ തന്നെ ഭഗവത് കാര്യങ്ങളിൽ ഭക്തി ഉണ്ടായത്, ശ്രദ്ധയുണ്ടായത്. ഒന്നുമെൻ കഴിവല്ല കൂട്ടുകാരെ, എല്ലാം ആ കാരുണ്യ സ്വരൂപന്റെ കനിവ് മാത്രമാണ്. അതുകൊണ്ട് ദേവനെന്നോ അസുരനെന്നോ
മനുഷ്യനെന്നോ യക്ഷനെന്നോ ഗന്ധർവനെന്നോ യാതൊരു വ്യത്യാസവും ഭഗവാനില്ല. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ. ഭഗവാനെ ആശ്രയിച്ചാൽ ദാനം, തപസ്, ശുദ്ധി, വ്രതങ്ങൾ ഇതൊന്നും തന്നെ അമലമായ ഭക്തിയുടെ അത്രയും എത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തതോ ഹരൗ ഭഗവതി ഭക്തി കുരുത ദാനവ, ആ ഭഗവാനിൽ ഭക്തിയുള്ളവരായിട്ട് തീരൂ. ഈ ഭഗവാനിൽ ഭക്തിയുള്ള ദൈതേയ യക്ഷരക്ഷാംസി സ്ത്രീയ ശൂദ്ര വ്രജൗകസ ഖഗ മൃഗ പാപജീവ സന്ധിഹ്യ അച്യുതതാം ഗത. അവരൊക്കെ തന്നെ പക്ഷികള്, മൃഗങ്ങള്, പാപം ചെയ്തവര്, അസുരന്മാര്, യക്ഷരക്ഷസുകള്, സ്ത്രീകള്, ശൂദ്രന്മാര്, ഗോപികമാര്, ഇവരൊക്കെ തന്നെ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ആ ഭഗവാനിൽ ഏകാന്തമായ ഭക്തിയുള്ളവരായി തീരൂ. സർവത്ര തദീക്ഷണം, എല്ലാത്തിലും ഭഗവാനെ കാണുക. അതുകൊണ്ട് ആ ഭഗവാനെ ഭജിക്കൂ. ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാൽ യഥാവയം. ഇതിങ്ങനെ കേട്ടതോടുകൂടി കുട്ടികൾ മുഴുവൻ ആ പ്രഹ്ലാദനെ അംഗീകരിച്ചു, പ്രഹ്ലാദനെ അനുസരിച്ചു, പ്രഹ്ലാദനോട് അവരെ അഭ്യർത്ഥിച്ചു, എങ്കിൽ ആ ഭഗവാന്റെ നാമങ്ങൾ ഞങ്ങൾക്കും പകർന്നു തരൂ. പ്രഹ്ലാദൻ പാടുന്ന പോലെ ഞങ്ങൾക്കും പാടണമെന്നുണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞു, എന്താ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ പാടൂ എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ആ നാമസങ്കീർത്തനം ആ ദേവോദ്യാനത്തിൽ, ആ മഹേന്ദ്രഭവനത്തിൽ, ആ അസുരന്മാരുടെ ആലയത്തിൽ എന്ന് മാത്രമല്ല വൈകുണ്ഠത്തോളം ഉയർന്നു പൊങ്ങുന്ന നാമത്തിന്റെ മഹിമ അവിടെ മുഴുവൻ നിറഞ്ഞു എന്നാണ്. പ്രഹ്ലാദൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, ഹരേ നാരായണ 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 പ്രഹ്ലാദ ഭക്തിയുടെ നാമസങ്കീർത്തനം പ്രണവസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ കാതുകളിൽ വന്ന് അലച്ചു. ഭഗവാൻ തീർച്ചപ്പെടുത്തി, ഇറങ്ങേണ്ട സമയമായിരിക്കണു. ഇനിതാ
പ്രഹ്ലാദനെ ദ്രോഹിക്കുകയാണെങ്കിൽ അവനെ ഇല്ലാതെയാക്കണം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. അവിടുന്ന് ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് ഷഡാമർക്കന്മാർ ഓടിയെത്തി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണില്ല, അങ്ങ് തന്നെ വരണം എന്ന് പറഞ്ഞപ്പോ പ്രഹ്ലാദന്റെ ആ നാമസങ്കീർത്തനം നടക്കുന്ന ഗുരുകുലത്തിലേക്ക് ഹിരണ്യകശിപു വാളും വീശി അണഞ്ഞു. വാളിങ്ങനെ വലിച്ചൂരിയിട്ട് അവനെ ഇല്ലാതെയാക്കാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് സർപ്പപദാഹദൈവശ്വസൻ പ്രകൃതി ദാരുണ, ഹേ ദുർവിനീത, ചാട്ടേറ്റ പാമ്പിനെ പോലെയാണ് ഹിരണ്യകശിപു ഇങ്ങോട്ട് വന്നത്. വിനയമില്ലാത്തവനെ, നീ ഈ കുലത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കണു അല്ലേ? നിനക്ക് എവിടുന്ന് കിട്ടി എന്റെ ശാസനയെ ധിക്കരിക്കാൻ ഈ ബലം? ക്രുദ്ധസ്യ കമ്പന്തേ ത്രയോലോകാ സഹേശ്വര തസ്യമേ ഭീതവൻ മൂഢ ശാസനം കിംബലോത്യക. പ്രഹ്ലാദൻ പറഞ്ഞു, ഇത് എന്റെ മാത്രം ബലമല്ല, കേവലം മേ ഭവതശ്ച രാജൻ സവൈ ബലം ബലിനാം ചാപരേഷു. എല്ലാവരുടെയും ബലം ആ ഭഗവാനാണ് എന്ന് പറയുന്നു. ആ ഭഗവാനെ ഈശ്വരനെന്നും കാലമെന്നും രുക്രമനെന്നും ഒക്കെ വിളിക്കണു. അച്ഛൻ ആസുരീയമായ ഭാവത്തെ വിട്ട് ആ ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കൂ. ഉരുട്ടി വീഴ്ച കണ്ണുകൾ അടച്ച് അകക്കണ്ണൊന്ന് തുറക്കൂ, ഉള്ളിന്റെ ഉള്ളിൽ ആ കാരുണ്യ സ്വരൂപനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. ഈ ബലം എല്ലായിടത്തുമുണ്ട് എന്ന് നീ കരുതുന്നുവെങ്കിൽ ക്വാസോ യതിസ സർവത്ര കസ്മാൽ സ്തംഭേ എന്ന ദൃശ്യത, എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യതയെ ആ തൂണിലും കാണുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഹിരണ്യകശിപു തന്റെ ക്രോധം സഹിക്കവയ്യാനാവാതെ അവിടുന്ന് തന്റെ ആ ഉരുക്കൊത്ത മുഷ്ടികൾ കൊണ്ട് സ്തംഭം തഥാടാതിബലസ്വമുഷ്ടിന എന്നാണ്, തന്റെ ഉരുക്കൊത്ത കൈകൾ കൊണ്ട് ആ തൂണിൽ ആഞ്ഞടിക്കണു. തദൈവ തസ്മിന്നിനതോതി ഭീഷണോ ബഭൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. പ്രഹ്ലാദ പ്രിയ നരഹരി മൂർത്തി ഭഗവാനു കീ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ പൊട്ടിത്തെറിച്ചു ഭുവനം സമസ്തം, പൊട്ടിപ്പിളർന്നു ഇടിയേറ്റ തൂണും വെട്ടാനണഞ്ഞു അസുരേന്ദ്രനപ്പോൾ പെട്ടെന്നലറി നരസിംഹമൂർത്തി. എട്ടുണ്ടു കൈകൾ അതിഘോര രൂപം പൊട്ടിത്തകർന്നു ദിതിപുത്രഹൃത്തം. വെട്ടിത്തിളങ്ങുന്നൊരു വാളുമായി തട്ടിത്തടഞ്ഞെത്തി ഹിരണ്യനപ്പോൾ.
ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ 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 ഹരി രൂപമെടുത്തു ഭഗവാൻ തൂണു പിളർന്നൊരു നേരത്തിൽ അണ്ടകടാഹം ഞെട്ടിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ അസുരേന്ദ്രൻ തൻ മുന്നിൽ ഹരി അട്ടഹസിച്ചിട്ടലറുമ്പോൾ അദ്രികളിളകി അസുരൻ തന്നുടെ ഹൃത്തിൽ ഭയവും ചേക്കേറി ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ അഗ്നിയിലിട്ടു പഴുപ്പിച്ചതുപോൽ സ്വർണ്ണ സമാനം കണ്ണുകളും കേസരജാലത്തിനുട മധ്യേ നിണ്ടു വളർന്നൊരു ദന്തകളും ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ അഗ്നിയിലിട്ടു പഴുപ്പിച്ചതുപോൽ സ്വർണ്ണ സമാനം കണ്ണുകളും കേസരജാലത്തിനുട മധ്യേ നിണ്ടു വളർന്നൊരു ദന്തകളും ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ വാളിത്തല പോൽ നീണ്ടു കിടക്കും മരുണാഭത്തിൽ തവനാവും പർവ്വത ഗുഹ പോൽ വലുതായുള്ളൊരു വായും ദാസിക എന്നിവയും ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ കാതുകൾ വരെയും വ്യാപിച്ചുള്ളൊരു ഭയമുണ്ടാക്കും കോർവായും ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ചന്ദ്രിക പോലെ വെളുവെളുമിന്നും ദേഹം മുഴുവൻ രോമങ്ങൾ ദൃശ്യമാം മധ്യം കടിയേറുന്ന കണ്ഠം അദ്ഭുതമാകാരം ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ കാതുകൾ വരെയും വ്യാപിച്ചുള്ളൊരു ഭയമുണ്ടാക്കും കോർവായും ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ നിരവധി കൈകൾ അവയിൽ ചിലതിൽ ആയുധ സമമാം നഖജാലം ശംഖം ചക്രം ഗദയും പാശം ഭദ്രാദികളും താമരയും ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ചന്ദ്രിക പോലെ വെളുവെളവിന്നും ദേഹം മുഴുവൻ രോമങ്ങൾ ദൃശമാം മധ്യം തടയേറുന്ന കണ്ഠം അദ്ഭുതമാകാരം ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ നിരവധി കൈകൾ അവയിൽ ചിലതിൽ ആയുധസമമാം നഖജാലം ശംഖം ചക്രം ഗദയും പാശം ഭദ്രാദികളും താമരയും ബ്രഹ്മമഹേശ്വര ദേവാദികളും വാഴ്ത്തി ശ്രീഹരി ബ്രഹ്മത്തെ കോപം കൊണ്ടു വിറച്ചൊരു ഹരിതപാദം തേടി പ്രഹ്ലാദൻ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ നിരവധി കൈകൾ അവയിൽ ചിലതിൽ ആയുധസമമാം നഖജാലം ശംഖം ചക്രം ഗദയും പാശം ഭദ്രാദികളും താമരയും ബ്രഹ്മമഹേശ്വര ദേവാദികളും വാഴ്ത്തി ശ്രീഹരി ബ്രഹ്മത്തെ കോപം കൊണ്ടു വിറച്ചൊരു ഹരിതപാദം തേടി പ്രഹ്ലാദൻ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ബ്രഹ്മമഹേശ്വര ദേവാദികളും വാഴ്ത്തി ശ്രീഹരി ബ്രഹ്മത്തെ കോപം കൊണ്ട് വിറച്ചൊരു ഹരിതൻ പാദം തേടി ഹരിപാദം തേടി ഭക്തപ്രഹ്ലാദൻ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ 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 ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് 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 നരസിംഹ നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് 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 നരസിംഹ ജയ് നരസിംഹ
ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ 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 ജയ നരസിംഹ പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തി ഭഗവാൻ കീ കരാളദംഷ്ട്രം കരവാള ചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുടീമുഖോൽബണം സ്തബ്ധ്വാർദ്ധകർണം ഗിരികന്ധരാത്ഭുതവ്യാത്താസ്യനാസം ഹനുഭേദഭീഷണം കൃത്വാട്ടഹാസം. ഭഗവാന്റെ അതിഭയങ്കരമായ അതിഗംഭീരമായ രൂപം എല്ലാവരും കണ്ട് ഞെട്ടിവിറച്ചപ്പോ ആദ്യം ഞെട്ടിവിറക്കാതെ ഒരേ ഒരാൾ മാത്രം, അത് പ്രഹ്ലാദൻ. കുറച്ചു കഴിഞ്ഞപ്പോ ഇത് ഹരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരാൾ കൂടി എല്ലാ ഭയവും ഉപേക്ഷിച്ച് വാളും വീശിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ചാടി വീഴുന്നു. ഒന്നിങ്ങനെ നോക്കി, അഗ്നിയിലിട്ട് പഴുപ്പിച്ചതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള കണ്ണുകൾ, കേസരജാലത്തിന്റെ മധ്യത്തിലൂടെ നീണ്ടുവളഞ്ഞ ദംഷ്ട്ര, വാളിന്റെ തല പോലെ നീണ്ടുകിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള നാവ്, പർവ്വത ഗുഹ പോലെ വലുതായുള്ള വായ, നാസിക, കാതുവരെ വ്യാപിച്ചുള്ള ഭയമുണ്ടാക്കുന്ന കോർവായ, ആകാശം സ്പർശിക്കുന്ന മാനവഹരിതയുടെ ആകാരം, ചന്ദ്രിക പോലെ വെളുവെള മിന്നുന്ന ദേഹം മുഴുവൻ രോമങ്ങൾ, കൃശമായ മദ്യം, തടിച്ച കണ്ഠം, അത്ഭുതം അത്ഭുതം അത്ഭുതം. കൈകളിൽ ശംഖ്, ചക്രം, ഗദ, പാശം, വജ്രം, താമരയൊക്കെ ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവനെ നിഗ്രഹിക്കാൻ തന്റെ കൈകളിൽ നീട്ടി വളർത്തിയ ഈ നഖങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തന്റെ ഭക്തന്മാരുടെ വാക്ക് സത്യമാക്കാൻ, ബ്രഹ്മാവിന്റെ വാക്ക് സത്യമാക്കാൻ, പ്രഹ്ലാദന്റെ വാക്ക് സത്യമാക്കാൻ, നൃസിംഹമൂർത്തിയുടെ തന്റെ തന്നെ വാക്ക് സത്യമാക്കാൻ, ഹിരണ്യകശിപുവിന്റെ വാക്ക് സത്യമാക്കാൻ, കശ്യപന്റെ വാക്ക് സത്യമാക്കാൻ, ഇങ്ങനെ സത്യസ്വരൂപനായ ഭഗവാൻ തന്റെ ഭക്തന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടി അത്ഭുതകരമായൊരു രൂപം. ന മൃഗം ന മാനുഷം, മനുഷ്യനല്ല മൃഗമല്ല, രാത്രിയല്ല പകലല്ല, അതിനുവേണ്ടി ഭഗവാൻ കാത്തുനിന്നു സന്ധ്യാസമയം വരെ. ഭഗവാന്റെ കണ്ണുകൾ ദാ അഗ്നിയിലിട്ട് പഴുപ്പിച്ചതുപോലെ ചുവന്നു തൊടുത്തപ്പോ അതേപോലെ ഭഗവാന്റെ നെറ്റിയിൽ ദാ സുവർണ തിലകം ചാലിക്കുന്നത് പോലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ദാ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. സന്ധ്യാംബരം ചുറ്റി ദാ നിശാദേവി ദാ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന് മനസ്സിലായി സന്ധ്യയായി, ഇവനെ കൊല്ലേണ്ട സമയമായി. ഇനി അകത്തും വേണ്ട പുറത്തും വേണ്ട, ഉമ്മറപ്പടിയിലാവാം ഭഗവാൻ തീർച്ചപ്പെടുത്തി. പിന്നെയോ ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, തന്റെ മടിയിൽ കിടത്താം. ഭക്തബന്ധുവായ ഭഗവാൻ തന്റെ ഉത്സംഗത്തെ ആ ഹിരണ്യകശിപുവിന് കിടക്കാനുള്ള പട്ടുമെത്തയാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ തീർച്ചപ്പെടുത്തി. എങ്കിൽ ഇവനെ പിടികൂടുക. ബ്രഹ്മാതിദേവന്മാരൊക്കെ പേടിച്ച് എവിടെയോ പോയി നിൽക്കുകയാണ്. അവര് അങ്ങ് അകലേ നിന്ന് ഭഗവാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഭഗവാന്റെ ഇടയ്ക്കിടയ്ക്കുള്ള അട്ടഹാസം മുഴങ്ങുന്നുണ്ട്. ഒന്നും വ്യക്തമല്ല, പേടിച്ചു വിറച്ചു പോയിരിക്കണു. ബ്രഹ്മാവ്, രുദ്രൻ, ദേവേന്ദ്രൻ തുടങ്ങിയവരൊക്കെ തന്നെ. പ്രഹ്ലാദൻ മാത്രം, ആ ഭക്തോത്തമൻ മാത്രം കൈകൾ കൂപ്പി ആ കാരുണ്യ സ്വരൂപിനെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുമ്പോ ഇവിടെ കാണുന്ന ഘോരാട്ടഹാസമൊന്നും ആ ഉണ്ണിക്ക് കേൾക്കാനേ ഇല്ല. ആ അതിഭയങ്കരമായ രൂപം ആ ഉണ്ണിക്ക് കാണാനേ ഇല്ല. പിന്നെയോ കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം എന്ന രൂപത്തിൽ ഭഗവാനെ ഉണ്ണിക്ക് ഇങ്ങനെ കാണാനുണ്ട്. ഹിരണ്യകശിപുവിനെ ഇങ്ങനെ പിടിച്ചു ഭഗവാൻ. ഏതുപോലെ നാഗങ്ങളെ പിടിക്കുന്ന ഗരുഡനെ പോലെ, നാഗാരിയായ ആ ഗരുഡനെ പോലെ നാഗാരി വാഹനനായിരിക്കുന്ന ഭഗവാൻ നാഗലോകം പിടിച്ചടക്കിയ അവനെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു. ഇവനെ നശിപ്പിക്കണം എന്ന് തീർച്ചപ്പെടുത്തി.
അവൻ കുതറി ഓടാൻ ശ്രമിച്ചു, ഭഗവാൻ വിട്ടുകൊടുത്തു. രണലീലയാടുകയാണ് ഭഗവാൻ. കുറച്ചു നേരം ബ്രഹ്മാദി ദേവന്മാരെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കണു. സന്ധ്യാസമയമായി എന്നങ്ങനെ അറിഞ്ഞതോടുകൂടി ഭഗവാൻ അവനെങ്ങോട്ട് പിടിച്ചു വലിച്ചു. അവന്റെ പിടയ്ക്കുന്ന കൈകാലുകളെ ഭഗവാൻ അമർത്തിപ്പിടിച്ചു, വലിച്ചു കൊണ്ടുപോയി ആ സിംഹാസനം ദൂരേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ആ ഉമ്മറപ്പടിയിൽ ഭഗവാൻ അങ്ങനെ ഇരുന്നു. ഹിരണ്യകശിപുവിന്റെ മടിയിൽ ഇങ്ങോട്ട് കിടത്തി. ഭക്തന്മാര് ചോദിക്കുന്നത് ഇപ്പോ ഹിരണ്യകശിപുവിന്റെ നിർഭാഗ്യമാണോ ഭാഗ്യമാണോ ഇത്? സജ്ജനങ്ങൾ പറയാ ഇത് ഹിരണ്യകശിപുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിഗ്രഹത്തിലൂടെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട പാർശ്വതനെ. കാരണം ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണെങ്കിൽ, മരണത്തിൽ ഭഗവത് സ്മൃതി എന്നാണെങ്കിൽ, ആ മരണം ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരിക്കാൻ സാധിച്ച ആ പുണ്യാത്മാവ് എന്ന് തന്നെ ഹിരണ്യകശിപുവിനെ വിളിക്കണ്ടേ? ദ്വേഷഭക്തി കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ, നിരന്തരം ഭഗവാനെ ദ്വേഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആ വിഷ്ണുവിനെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും ഹിരണ്യകശിപുവിനില്ല. അതാണ് ഇപ്പൊ ഭഗവാൻ അനുഗ്രഹമായിട്ട് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയത്. പിടയ്ക്കുന്ന മാറിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കി, എന്നിട്ടോ തന്റെ കൂർത്തുമൂർത്ത നഖങ്ങളെ ഇങ്ങനെ എടുത്തു. സാധാരണ ഭക്തന്മാരുടെ ശിരസിൽ തന്റെ തൃക്കൈകൾ ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുന്ന ഭഗവാൻ ഇപ്പൊ തന്റെ രണ്ട് തൃക്കൈകളെയും ആ ഹിരണ്യകശിപുവിന്റെ മാറിലേക്ക് കുത്തി ഇറക്കി നിഗ്രഹാനുഗ്രഹം നൽകിക്കൊണ്ട് ഭഗവാൻ അതങ്ങോട്ട് കേറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോര പുറത്തേക്ക് ഇങ്ങനെ ചാടിങ്ങിട്ട് വരുന്നു. ഭഗവാൻ തന്റെ തിരുമുഖം ചേർത്ത് വെച്ചു. പായം പായമുദൈരയോ ബഹുജകൾ സംഹാരി സംഹാരവാൻ എന്ന് പറയുന്നു. ആ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ മാറ് കീറി ആ ചോര ആവോളം കുടിച്ചു. എന്നിട്ട് ആ കുടൽമാല വലിച്ചങ്ങോട്ട് ഊരിയെടുത്തു. അത് തന്റെ കഴുത്തിലണിഞ്ഞു. തർപ്പണം രുധിരപ്രിയം തർപ്പയിഷിയെ എന്ന് പറഞ്ഞ ഹിരണ്യകശിപുവിന്റെ വാക്കിനെ കൂടി സത്യമാക്കുമാറ് അവിടെ രുധിരപ്രിയനായി ഭഗവാൻ അവതരിച്ചുകൊണ്ട് ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചുകൊണ്ട് ആ രക്തം പാനം ചെയ്തുകൊണ്ട് സകല ആളുകളെയും അത്ഭുതപ്പെടുത്തി. അത്യത്ഭുതം അത്യത്ഭുതം എന്നെല്ലാവരും പറയുന്നു. തന്റെ നേരെ പാഞ്ഞെടുത്ത ദുഷ്ടന്മാരായ അസുരക്കൂട്ടങ്ങളെ മുഴുവൻ പട്ടേരിപ്പാട് പറയുന്നു കടിച്ചുടച്ചു ഭഗവാൻ എന്നാണ്. സിംഹഗർജനം മുഴക്കിക്കൊണ്ട് അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഭഗവാൻ അവിടെ നിറഞ്ഞാടി. ഭഗവാൻ ഭക്തബന്ധുവാണ്. ഭഗവാൻ ഭക്തർക്ക് എന്നും വാത്സല്യം കൊടുക്കുന്നവനാണ്. അപ്പൊ ഇവിടെ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നുവെന്നും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് തോന്നും. പക്ഷേ രണ്ടുപേരെയും ഭഗവാൻ ഒരേപോലെ അനുഗ്രഹിച്ചു. നമുക്ക് കാഴ്ചയിൽ രണ്ട് തരാണെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ആ സിംഹാസനത്തില് കാലിന്റെ മുകളിൽ കാലും കയറ്റി ഇരുന്ന് ക്രുദ്ധഭാവത്തിൽ എല്ലാവരെയും ഇങ്ങനെ നോക്കിയപ്പോഴാണ് ബ്രഹ്മാവ് ഓടി വന്നു. നതോസ്മ്യനന്ദായ ദുരന്ത ശക്തയേ വിചിത്രവീര്യായ പവിത്ര കർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണൈ സ്വലീലയാ സന്ദധതേ അവ്യയാത്മനി. ബ്രഹ്മാവിന് ഒരൊറ്റ ശ്ലോകം ചൊല്ലാനേ ഭഗവാൻ അവസരം കൊടുത്തുള്ളൂ. ഉത്തമ ശ്ലോകനായ ഭഗവാൻ, ശോകത്തെ ഇല്ലാതെയാക്കാൻ അവതരിച്ച ഭഗവാൻ ബ്രഹ്മാവിനോട് പൊക്കോളാൻ പറഞ്ഞു. പറയേണ്ടി വന്നില്ല. ഒരട്ടഹാസം. ബ്രഹ്മാവ് വേഗം മാറിപ്പോയി. അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞത് കോപകാലേ യുഗാന്തസ്തേ ഹതോയമസുരോൽപക തൽസുതം ബാഹ്യുപസൃതം ഭക്തം തേ ഭക്തവത്സല. ഭക്തവത്സല എന്ന് വിളിച്ചപ്പോ ഒരു നിമിഷം ഭഗവാൻ ഒന്ന് ശാന്തനായോ തോന്നി. ആയിട്ടില്ല. പിന്നെ വീണ്ടും ഒരട്ടഹാസം. മഹാദേവനും മാറി നിന്നു. പിന്നെ ദേവേന്ദ്രൻ വന്നു. ദേവേന്ദ്രനും ഒരു ശ്ലോകം കൊണ്ട് സ്തുതിക്കാൻ അവസരം കൊടുത്തു. ബാക്കിയുള്ള ആളുകൾ ഇത് കണ്ടപ്പോ ബ്രഹ്മാവും രുദ്രനും ഇന്ദ്രനും പേടിച്ചോടിയ സ്ഥലത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം എന്ന് പറഞ്ഞ ഋഷികള്, അത് കഴിഞ്ഞ് പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങള്, മനുക്കള്, പ്രജാപതിമാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, കിന്നരന്മാര്, അതേപോലെ കിംപുരുഷന്മാര്, യക്ഷന്മാര്, വൈതാളികന്മാര്, ഏറ്റവും ഒടുവിൽ വിഷ്ണു പാർഷദന്മാര് കൂടി വന്ന് സ്തുതിച്ചു. പക്ഷേ ഭഗവാന്റെ ക്രോധത്തെ,
ആ അത്ഭുതകരമായ അഭിനയത്തെ ഇല്ലാതെയാക്കാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. ബ്രഹ്മാവ് വേഗം വൈകുണ്ഠത്തിലേക്ക് പോയി. ലക്ഷ്മി ഭഗവതിയെ വിളിച്ചു കൊണ്ടുവന്നു. ലക്ഷ്മി ഭഗവതി അദൃഷ്ടാശ്രുതപൂർവത്വാൽ മുമ്പ് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഭഗവാന്റെ രൂപം കണ്ട് പരിഭ്രമിച്ചു. പക്ഷെ ദേവി പറഞ്ഞു, ഞാനിപ്പോ പോവില്ല, എനിക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താ വഴി? എങ്ങനെയാ ഭഗവാന്റെ കോപം ഒന്ന് തണുപ്പിക്കുക എന്ന് ചോദിച്ചപ്പോ ലക്ഷ്മി പറഞ്ഞു, അതിനുള്ള ഉപായം എനിക്കറിയാം. മഹാദേവൻ പറഞ്ഞില്ലേ, ഭക്തവത്സല എന്ന് വിളിച്ചില്ലേ, ഭക്തന്മാരെ കണ്ടാൽ ഭഗവാൻ എല്ലാം മറക്കും. നമ്മളൊന്നും പോയാൽ കാര്യമില്ല, നമ്മുടെ ഉള്ളിലൊന്നും ആ ഭക്തി ഉറച്ചിട്ടില്ല. ഉറച്ച ഭക്തിയുമായി ഒരാള് അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പറഞ്ഞു വയ്ക്കൂ, ആ 5 വയസ്സുകാരനെ, ആ ഉണ്ണിയെ, ആ പ്രഹ്ലാദനെ എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവ് പതുക്കെ പ്രഹ്ലാദന്റെ അടുത്തേക്ക് ചെന്നു. പ്രഹ്ലാദനോട് ചോദിച്ചു, ഉണ്ണിക്ക് പേടിയുണ്ടോ? താതപ്രശമയോ ഭേഹി സുഭിത്രേ കുപിതം പ്രഭും. അച്ഛന്റെ നേരെ കോപാവേശിതനായിരിക്കുന്ന ആ പ്രഭുവിന്റെ അടുത്തേക്ക് ഉണ്ണിക്ക് പോവാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ണി പറഞ്ഞു, ഞാൻ എന്തിനാ പേടിക്കണത് ബ്രഹ്മദേവ? ഉണ്ണിക്ക് നല്ല ഉറപ്പാണ്, അവിടെ തന്റെ ഭഗവാൻ തന്നെയാണ്, തന്നെ ഇത്രയും കാലം രക്ഷിച്ച ഭഗവാനാണ്. ആ ഭഗവാൻ ഒരിക്കലും തന്നെ ശിക്ഷിക്കില്ല, അത് ഉറപ്പാണ്. സിംഹത്തിന്റെ അടുത്തേക്ക് പോവാൻ സിംഹക്കുട്ടികൾക്ക് ഒരിക്കലും പേടിയില്ല. മറ്റു മൃഗങ്ങൾക്ക് പേടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ഭഗവാന്റെ സ്വന്തം ഉണ്ണിയാണ്. ഗോവിന്ദ പരിരംഭിതനായ ഉണ്ണിക്ക് ആ ഗോവിന്ദന്റെ അടുത്തേക്ക് പോവാൻ ഒരിക്കലും ഭയമില്ല എന്ന് മാത്രമല്ല, അത് ഭയസ്വരൂപിയല്ല, അഭയസ്വരൂപിയാണ് എന്ന അറിവും തിരിച്ചറിവുമുള്ളവനാണ് ആ ഉണ്ണി. ഉണ്ണി കാക്കൽ വീണ് ഇങ്ങനെ നമസ്കരിച്ചു. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുതാ. കാരുണ്യത്തിന്റെ ഗംഗ ആ കണ്ണീർ തുള്ളികളായി ഭഗവാനിൽ നിന്നിങ്ങനെ ഒഴുകാൻ തുടങ്ങി. കാരണം പ്രഹ്ലാദൻ കാലിൽ വീണ് നമസ്കരിച്ചപ്പോ ആ കാലിൽ കണ്ണീർ തുള്ളികൾ വീണു. ആ കണ്ണീർ തുള്ളികൾ രോഷമാകുന്ന സൂര്യതാപം കൊണ്ട് ഉയർന്ന ഭഗവാന്റെ കണ്ണുകളിലൂടെ കാരുണ്യത്തിന്റെ കണ്ണീരായി പ്രഹ്ലാദന്റെ ശിരസിൽ വന്നിങ്ങനെ പതിച്ചു, കെട്ടിങ്ങനെ പിടിച്ചു. മൃഗജ്യേഷ്ഠ ഭഗവാൻ കാണിച്ചു എന്നാണ്. നക്കി തോർത്തി തന്റെ പ്രിയപ്പെട്ട ഉണ്ണിയെ. ഉണ്ണി എല്ലാം മറന്ന്, ആ ഗോവിന്ദ പരിരംഭണത്തിൽ എല്ലാം മറന്ന് ആനന്ദ ആശ്രുക്കളോട് കൂടി അവിടെ ഇരിക്കുന്നു. ഉണ്ണിയോട് ചോദിച്ചു ഭഗവാൻ, ഉണ്ണിക്ക് പേടിയായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, ഭഗവാനെ എനിക്ക് ലവലേശം പേടിയില്ല. എനിക്ക് പേടിയുള്ളത് എന്താണെന്നറിയോ? അവിടുത്തെ രൂപത്തെയല്ല, ഈ സംസാരത്തെയാണ് ഞാൻ പേടിക്കണത്, ഈ ഇന്ദ്രിയങ്ങളെയാണ് ഞാൻ പേടിക്കണത്. അതിൽ നിന്ന് രക്ഷ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനെ. അല്ലാതെ അവിടുത്തെ പേടിക്കാൻ, അവിടുന്ന് ഒരിക്കലും ഭയസ്വരൂപിയല്ല. വരും കാലങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായ ഈ രൂപം, ഇത് ഇന്ന് ലോകത്തിന് മുഴുവൻ ഭയത്തെയാണ് ഉണ്ടാക്കിയതെങ്കിൽ ഭാവിയിൽ ഇത് അഭയത്തിന്റെ, ഭയം മാറാനുള്ള രൂപമായിട്ട് മാറും ഭഗവാനെ. അതുകൊണ്ട് ഭഗവാനെ, അടിയന് വരം തന്ന് അടിയനെ പരിഭ്രമിപ്പിക്കരുത്. അവിടുന്ന് തന്നാൽ അല്ലേ നരസിംഹമൂർത്തി, അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ വീണ് നമസ്കരിക്കുന്നു. സാക്ഷാൽ മഹാദേവൻ, സാക്ഷാൽ ബ്രഹ്മദേവൻ, സാക്ഷാൽ ദേവേന്ദ്രൻ, ഇവരൊക്കെ ഋഷീശ്വരന്മാർ എത്ര പേര് വന്നാ അവിടുത്തെ സ്തുതിച്ചത്. എന്നിട്ടും അവിടുത്തേക്ക് സന്തോഷം ഉണ്ടായില്ല എന്നുള്ളത് പോലെ അങ്ങ് നടിച്ചു. എന്നിട്ട് ഞാൻ വന്നപ്പോ അവിടുന്ന് കണ്ണീരൊഴുക്കി എന്നെ കെട്ടിപ്പിടിക്കുന്നു. സത്യത്തിൽ അവിടുന്ന് അവാപ്തകാമനാണ്. അവിടുത്തെ സ്തുതിക്കുകയെ, അവിടുത്തെ പൂജിക്കുകയെ ഒന്നും ആവശ്യമില്ല. അതൊന്നും അവിടുത്തേക്ക് വേണ്ടിയല്ല, മറിച്ച് ബിംബത്തിൽ ചാർത്തിയാൽ പ്രതിബിംബത്തിൽ കാണുമെന്നുള്ളത് പോലെ അവിടുത്തെ ഭജിച്ചാൽ ഞങ്ങൾക്കും നിത്യാനന്ദം നേടാൻ സാധിക്കും. ഇപ്പോ സത്യത്തിൽ അവരൊക്കെ സ്തുതിച്ചിട്ടും സംപ്രീതനാകാത്ത അവിടുന്ന് അസുരജാതിയിൽ പിഴന്ന അടിയനോതും വാക്കുകൾ, ഞാൻ പറയുന്നത് അവിടുന്ന് ഒന്ന് കേൾക്കണേ. അവിടുന്ന് പലപ്പോഴും ഒരിക്കലും അർത്ഥം, കുലം, തപസ്, സൗന്ദര്യം ഇതുകൊണ്ടൊന്നും സന്തോഷിക്കില്ല. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷിക്കുള്ളൂ. നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ച ഒരു ആനയ്ക്ക് അവിടുന്ന് മോക്ഷം കൊടുത്ത ആളല്ലേ. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ആ കഥ.
അപ്പൊ ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ ഭക്തി നിറഞ്ഞ ചണ്ടാളനാണ് ശ്രേഷ്ഠൻ എന്ന് ഞാൻ വിചാരിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് അടിയനും അവിടുത്തെ ലീലകൾ പാടുന്നു. അങ്ങനെ അടിയന്റെ ഉള്ളിലെ ആ പാപബോധവും ഇല്ലാതെയാവും. എല്ലാവരും അവിടുത്തെ ആജ്ഞാനുവർത്തികൾ. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ അവതാരങ്ങൾ മുഴുവൻ. ഈ കോപം വെടിഞ്ഞ് ദൈത്യം മരിച്ചു ഇല്ലേ, ലോകം ഭയം തീരാൻ അങ്ങയെ എന്നെന്നും ഓർക്കട്ടെ. ശോകാഗ്നിയിൽ വെന്ത് ഞാൻ തളരുമ്പോ അവിടുത്തെ വന്ദിക്കുമ്പോ ഉണ്ടാകുന്ന ആ ചന്ദന സ്പർശം അടിയന്റെ ജീവിതത്തെ എന്നെന്നും തണുപ്പുള്ളതാക്കി മാറ്റണം. അതേപോലെയാണ് സജ്ജന സംസർഗം. അതിന് അനുഗ്രഹിക്കണേ. മക്കൾക്ക് മാതാപിതാക്കൾ രക്ഷയാണെന്ന് പറയാറുണ്ട്. രോഗിക്ക് ഭേഷജം മരുന്ന് രക്ഷയാണെന്ന് പറയാറുണ്ട്. വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന മനുഷ്യന് തോണി രക്ഷയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ പുരികക്കുടിയുടെ ചലനത്തിൽ എല്ലാ ലോകങ്ങളും അവിടുത്തെ അച്ഛന്റെ കാൽക്കീഴിലായി എന്ന് അച്ഛൻ വിചാരിച്ചു. അത്തരം ഐശ്വര്യം എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഭഗവാനെ. എനിക്ക് നിത്യാനന്ദ അനുഭൂതിയുടെ ആ പാദപത്മങ്ങളിൽ, നിത്യാനന്ദത്തിന്റെ ആ പാദപത്മങ്ങളിൽ എന്നെന്നും ഭക്തി ഉണ്ടാവണേ. ലക്ഷ്മിക്കോ ബ്രഹ്മനോ രുദ്രനോ ലഭ്യമല്ലാത്ത മഹാപ്രസാദമാണ് അവിടുന്ന് അടിയന് തന്ന് അനുഗ്രഹിച്ചത്. അവിടുത്തെ തൃക്കൈകളെ എന്റെ ശിരസിൽ ചേർത്ത് വെച്ചില്ലേ. ബ്രഹ്മാവ് പോലും ഏറെ തിരഞ്ഞു കിട്ടിയ അവിടുത്തെ ദിവ്യമായ സ്വരൂപം, പിന്നെ ഭക്തി കൊണ്ട് ബ്രഹ്മാവ് നേടിയെടുത്ത ആ ദർശന സൗഭാഗ്യം, ഭക്തന്മാർക്ക് വേണ്ടി ഏതു വേഷവും കെട്ടാൻ മടിയില്ലാത്ത അവിടുന്ന്, അങ്ങനെയുള്ള ഭക്തന്മാരുടെ പാദത്തിലും അവിടുത്തെ പാദത്തിലും ഞാൻ വീണ് നമസ്കരിക്കുന്നു. ബഹ്യസപത്നീവ ഗേഹപതി പ്ലുനന്തി, ഭാര്യമാർ നിരവധിയുള്ളവനെ പോലെ ഇന്ദ്രിയക്കൂട്ടം എന്നെ വലിച്ചിഴയ്ക്കുമ്പോ ആ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ആ 11നെയും പതിതപാവനിയായ അവിടുത്തെ നാമജപം കൊണ്ട് അവിടുത്തെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കാൻ എനിക്ക് സാധിക്കണേ. നിഷ്കാമമായ ഭക്തി, ഒന്നും ആഗ്രഹിക്കാതിരിക്കാനുള്ള ഒരു അനുഗ്രഹം അവിടുന്ന് തന്ന് അടിയനെ അവിടുത്തെ പാദദാസനാക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഹ്ലാദനെ ഭഗവാൻ ഇതാ അനുഗ്രഹിച്ചു. ഭഗവാൻ ശുക്രാചാര്യരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഈ ഉണ്ണിയുടെ ആ അസുര ചക്രവർത്തിയായിട്ടുള്ള അഭിഷേകം ഉടനെ തന്നെ നടത്തണം. പ്രഹ്ലാദൻ അവസാനത്തിൽ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അടിയന്റെ അച്ഛൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അച്ഛന്റെ ആ പാപശാന്തിക്കായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഒന്നുകൂടി പ്രഹ്ലാദനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ പോലൊരു പുത്രന് ജന്മം കൊടുത്തു, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുണ്യം. നിന്റെ മുമ്പിലും പിമ്പിലുമുള്ള 21 തലമുറ നിന്റെ ജന്മം കൊണ്ട്, നിന്റെ നാമം കൊണ്ട്, നിന്റെ ഭക്തി കൊണ്ട് ശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ് എന്നും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷാവുന്നു. നാരദ മഹർഷി ആ കഥ അവിടെ ധർമ്മപുത്ര മഹാരാജാവിന്റെ മുമ്പിൽ പറഞ്ഞു. ഭക്തൻ തന്നുടെ വാക്കു കേട്ടു ഭഗവാൻ സംപ്രീതനായി കൺകളിൽ കാരുണ്യത്തിരമാല പൊങ്ങി തിരയിൽ മുങ്ങുന്നു പ്രഹ്ലാദനും. ഭക്തൻ നേകി വരങ്ങളെ ശതശതം കൈകൂപ്പിനാൻ ബാലകൻ ശാന്താകാരവപുസ്തെടുത്തു ഹരിയോ ലോകം നമിച്ചു. ശുഭം. ഹരേ സ്വഭക്തരക്ഷക സുരേശ വന്ദ്യ ശ്രീഹരേ നൃസിംഹരൂപമെന്നുമെ മനസ്സിലായി വരേണമേ. ഹൃദയപത്മമോടു നിന്റെ വദന പത്മം ചേർത്തു നീ രക്തപാനം ചെയ്തുകൊണ്ടു ഭക്തരക്ഷ ചെയ്തു നീ. അഗ്നിതുല്യം കണ്ണുകൾ പിളർന്ന വായതന്ത്രയും ഖഡ്ഗതുല്യമായ നാവും അട്ടഹാസ ശബ്ദം
പഠിച്ച കണ്ഠദേശവും പാതിസിംഹഭാവവും ആദിമധ്യരൂപവും മനുഷ്യജാതിയിൽ പിറന്ന അടിയനോതും വാക്കുകൾ ആസ്വദിക്കു ഭക്തനാക്കി ആശീർവാദമേകുതി. ഹരേ നൃസിംഹ പാഹി മാം, ഹരേ നൃസിംഹ പാഹി മാം, ഹരേ നൃസിംഹ പാഹി മാം, ഹരേ നൃസിംഹ പാഹി മാം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാതെ ഗതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. കൊടിക്കുന്നു കാവിൽ വാഴും കാടി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. പ്രഹ്ലാദപ്രിയ ഹരഹരിമൂർത്തേ ഭക്തജനപ്രിയ ഭാഗവതപ്രിയ പ്രഹ്ലാദപ്രിയ ഹരേ നരസിംഹമൂർത്തേ ശരണം മേ തവ ചരണയുഗം. കായേന വാചാ മനസേന്ദ്രിയർവാ, കായേന വാചാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ, കരോമി യദ്യൽ സകലം പരസ്മൈ, നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി.